ഈ സുവിശേഷ മഹായോഗ പരമ്പരകളുടെ പ്രഥമ രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം നിങ്ങളെ അഭിസംബോധന ചെയ്യാം. ദൈവമൊരുക്കിയ അവസരത്തിനായിട്ട് ഈ രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം അർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലെ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഈ സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന ക്രിസ്തുവിൽ അനുഗ്രഹീതനായ പ്രിയ പാസ്റ്റർ ബിജു അലോഷ്യസ് അവറുകൾ, പ്രത്യേകാൽ ഈ സെൻറ്ററിന് ശക്തമായ ആത്മീയ നേതൃത്വം നൽകുന്ന ക്രിസ്തുവിൽ ഞങ്ങളേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയ പാസ്റ്റർ രാജൻ അവറുകൾ, അതുപോലെ ഈ സുവിശേഷ യോഗത്തിന് ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇവിടെ സഭയുടെ ശുശ്രൂഷകൻ ക്രിസ്തുവിൽ ഏറ്റവും ആദരണീയനായ പ്രിയ പാസ്റ്റർ തുളസി അവറുകൾ, ആറ്റിങ്ങൽ സെൻറ്ററിലെ സീനിയർ പാസ്റ്ററായ ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ മാത്യു ആൻഡ്രൂ അവറുകൾ, ഞാൻ വളരെ സഹോദരതുല്യം സ്നേഹിക്കുന്ന കർത്താവിൽ പ്രിയ പാസ്റ്റർ അനിൽ അവറുകൾ, അതുപോലെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രത്യേകാൽ പ്രിയ പാസ്റ്റർ രാജേഷ് അവറുകൾ, അതുപോലെ സിസ്റ്റർ വിദ്യ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും, പ്രത്യേകാൽ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ബഹുമാന്യരായ ആദരണീയരായ കർത്തൃദാസന്മാർ, ലൈവ് ടെലികാസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മനോഹരമായ സൗണ്ട് സിസ്റ്റം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ മുസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ ആത്മാർത്ഥതയോടുകൂടെ ഈ യോഗത്തിൻ്റെ മുൻനിരയിലും പിൻനിരയിലും നിൽക്കുന്ന ഈ സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും മറുപടിയാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായി ദൈവം നിങ്ങളെ ആദരിക്കട്ടെ. എനിക്ക് പരിചയമുള്ള ധാരാളം പ്രിയപ്പെട്ടവർ ഈ മീറ്റിങ്ങിനകത്ത് ഇന്ന് രാത്രി സംബന്ധിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശബ്ദപരിധിയുടെ ശ്രവണസീമയ്ക്കുള്ളിൽ അടുത്ത മകലയായി ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ രാത്രിയിൽ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഈ രാത്രി ഞാൻ ചോദിക്കുന്നു. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ സുവിശേഷത്തിൻ്റെ സത്യം ഈ ദേശത്തോട് വിളിച്ചു പറയാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സുവിശേഷത്തിൻ്റെ സൗന്ദര്യം, സുവിശേഷത്തിൻ്റെ ലാളിത്യം, സുവിശേഷത്തിൻ്റെ മാധുര്യം ഒട്ടും നഷ്ടപ്പെടാതെ പച്ചയായ സുവിശേഷത്തിൻ്റെ മഹാത്മ്യത, ആ സുവിശേഷത്തിൻ്റെ സത്യം ഈ ദേശത്തോട് ഇന്ന് രാത്രിയിൽ വിളംബരം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെ എനിക്കൊരു നിയോഗം നൽകിയതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ എൻ്റെ പ്രഭാഷണത്തിന് ഒരു തലക്കെട്ട് കൊടുക്കുന്നു. ആ തലക്കെട്ട് പരാജയപ്പെട്ട 3 ശ്രമങ്ങൾ. പരാജയപ്പെട്ട 3 ശ്രമങ്ങൾ. സഹോദരൻ, പലരും എന്നെ നോക്കുന്നുണ്ട്. സഭയുടെ പാസ്റ്ററടക്കം എത്രയോ നാളുകൾ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് നടത്തുന്ന ഒരു മീറ്റിംഗാണ്. ഈ പുള്ളി അടൂരിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്ന് പ്രസംഗിക്കുന്നത് പരാജയപ്പെട്ട 3 ശ്രമങ്ങളാണോ? പരാജയപ്പെട്ട 3 ശ്രമങ്ങൾ ദൈവജനത്തിൻ്റെ വിജയാഘോഷമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവജനത്തിൻ്റെ വിജയാഘോഷമാണ്. പരാജയപ്പെട്ട ശ്രമങ്ങൾ 1, 2, 3 എന്ന ക്രമത്തിൽ ഈ രാത്രിയിൽ ശാന്തമായി നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. 1, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ മറയ്ക്കാൻ ഹേരോദാവ് ശ്രമിച്ചു. ഒരു വാക്യം നമ്മൾ വായിക്കാം. വിശുദ്ധ മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം വായിക്കാം. മത്തായി സുവിശേഷം. എന്നേറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. വായിച്ചു. അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. മതി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. ആരും ഈ രാത്രിയിൽ മൗനമായിരിക്കരുത്. ഈടുറ്റ കരുത്തുറ്റ വാക്കുകളിലൂടെ ഈ യോഗം പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. ഈ രാത്രിയിൽ വീണ്ടും നാം സുവിശേഷത്തെ ഉയർത്തുമ്പോൾ ദേശം വിടുവിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ എല്ലാവരും വായി തുറന്ന് പ്രാർത്ഥിക്കാം. ആരും ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഈ ഗ്രൗണ്ടിനകത്തുണ്ട്. നിങ്ങൾ മൗനമായിരിക്കരുത്. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരും വായി തുറന്ന്
ശബ്ദമുയർത്തി ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശം സ്വതന്ത്രമാകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ആത്മാക്കൾ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. എല്ലാ വായും തുറന്ന് ഈ ഗ്രൗണ്ടിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ 1-2 സെക്കൻഡുകൾ വായി തുറന്ന് ശബ്ദമുയർത്തി. റബന റഗൽ ഖരാജന ദിഗൽ ഖഡഗസിയാം തേനിയ. ഈ സ്റ്റേജിനകത്തിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയാണ്. അതരഘടകസിയാന സുവിശേഷത്തിൻ്റെ പ്രകാശനം ചില കുടുംബങ്ങളിൽ, വ്യക്തികളിൽ വെളിപ്പെടാൻ അനുവദിക്കാതെ ചിലരുടെ കണ്ണുകളെ കുരുടാക്കി മാറ്റുന്ന ദേശത്തിൻ്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രി കീഴടങ്ങുവാൻ, ദേശം സ്വതന്ത്രമാകുവാൻ ആത്മാവിൽ കൊതിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കരങ്ങളൊന്ന് അടിച്ച് വായി തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചവർ എല്ലാവരും ശബ്ദമുയർത്തി. റബന ഹംധരാജനാദിയ അധുരമനഘടക ശബ്ദരാജകൽഖരാധനാദിയ. സുവിശേഷ യോഗത്തിൻ്റെ പ്രഥമ രാത്രിയാണ്. ഒരു പുതിയ തുടക്കം ഇവിടെ കുറിക്കുകയാണ്. അതിൽ ആത്മാവിൽ ആരംഭിക്കപ്പെടുവാൻ തടസ്സങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി പൊട്ടിമാറാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്ന എല്ലാവരും വായി തുറന്ന് ശബ്ദമുയർത്തി ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കർത്താവേ, ഈ രാത്രി ഞങ്ങളോട് സംസാരിക്കണം. എളിവനെ ക്രൂശിൻ്റെ മറവിൽ നിർത്തണം. സമർത്ഥനായ എഴുത്തുകാരൻ്റെ തൂലിക പോലെ അടിയൻ്റെ ആദരത്തെ ചലിപ്പിക്കണമേ. ശുശ്രൂഷകൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളെയും അങ്ങയുടെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ആമർച്ചയായി ഇന്ന് രാത്രിയിൽ ശാസിച്ചതിൻ്റെ മേൽ ജയമെടുക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യണം. മുഴുവൻ മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഒരിക്കൽ കൂടെ വന്ദനം ചെല്ലുന്നു. സമയത്തിൻ്റെ പരിമിതി, ആദ്യ ദിവസത്തിൻ്റെ പരിമിതികളൊക്കെ മനസ്സിലാക്കിയാണ് പ്രിയപ്പെട്ടവർ എനിക്ക് ഈ സമയം ക്രമീകരിച്ച് തന്നത്. ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. കർത്താവരെ, പ്രിയപ്പെട്ട കർത്തൃദാസനെ അനുഗ്രഹിക്കട്ടെ, സംഘാടകരെ അനുഗ്രഹിക്കട്ടെ. ഇവിടെയുള്ള സഭയുടെ ആത്മാർത്ഥമായ ഈ പ്രവർത്തനങ്ങൾ, ആമേൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുണ്ടെങ്കിൽ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എനിക്ക് പ്രിയരായവർ, ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരുടെയും പേര് ഉദ്ധരിക്കണം. എല്ലാവരെയും ഓർക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തിരുവെഴുത്തുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ശ്രദ്ധിക്കൂ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ മറയ്ക്കാൻ ഹേരോദാവ് ശ്രമിച്ചു. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ മറയ്ക്കാൻ ഹേരോദാവ് ശ്രമിക്കുന്നത്? ആരാണ് യേശുക്രിസ്തു? അവിടെ മുതൽ ഈ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ആരാണ് യേശുക്രിസ്തു? അഖില കോണിലുമുള്ള അഖില കോടികൾ ജനസഹസ്രങ്ങളുടെ അതരത്തിൽ നിന്നും ഉയർന്നു വന്നൊരു ചോദ്യമാണ്, ആരാണ് യേശുക്രിസ്തു? ആർത്തിരമ്പിയ ജനക്കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വന്നൊരു ചോദ്യം, ആരാണ് യേശുക്രിസ്തു? എന്നാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന നദി പോലെ എന്നും എക്കാലത്തും ഞങ്ങളതിന് മറുപടി നൽകിയിട്ടുണ്ട്, ആരാണ് യേശുക്രിസ്തു? പെരുങ്കുളം ദേശത്തോട് ഒരിക്കൽ കൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ആരാണ് യേശുക്രിസ്തു? ദൈവമായിരുന്ന അവിടുന്ന് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതാണ് സാക്ഷാൽ യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം എന്തിനാണ് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത്? അങ്ങനെ ഒരു അവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു മതം സ്ഥാപിക്കാനാണോ? ഒരു സംഘടന സ്ഥാപിക്കാനാണോ? കുറേ ആശയങ്ങൾ സ്ഥാപിക്കാനാണോ? എന്താണ് അവിടുന്ന് അവതരിച്ചതിൻ്റെ ഉദ്ദേശം? അവിടുന്ന് അവതരിച്ചതിൻ്റെ ഉദ്ദേശം, മനുഷ്യൻ പാപിയാണ്. പാപിയായ മനുഷ്യന് അവൻ്റെ പാപത്തിൽ നിന്ന് മോചനം ആവശ്യമാണ്. മനുഷ്യൻ പാപിയാണോ? ചില ആളുകൾ പറയുന്നത് 21-ാം നൂറ്റാണ്ടിലെ ആധുനിക മനുഷ്യനെ പാപിയെന്ന് വിളിക്കരുത് എന്നാണ്. കാരണം സംസ്കാര സമ്പന്നനായ ആധുനിക മനുഷ്യനെ പാപിയെന്ന് വിളിക്കരുത് എന്നാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ആളുകൾ അഭിപ്രായപ്പെടുന്നത്. കാരണം 18-ാം നൂറ്റാണ്ടിൽ മാനവ സംസ്കാരത്തിന് അടിത്തറയിട്ട മനുഷ്യൻ പരിഷ്കാരത്തിൻ്റെ പുത്തൻ പടവുകൾ ചവിട്ടിക്കയറി 21-ാം നൂറ്റാണ്ടിൽ ആധുനികതയുടെ നെറുകയിൽ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ വിരാജിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിപ്ലവാത്മകരമായ നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന, വിജ്ഞാന ലോകത്തെ വിരൽത്തുമ്പിൽ നിർത്തിയിരിക്കുന്ന, ഗ്രഹങ്ങളിൽ കാൽകുത്തുന്ന മനുഷ്യൻ ശബ്ദ തരംഗത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ആധുനിക യുഗത്തിലെ, ഈ ഹൈടെക് യുഗത്തിലെ ആധുനിക മനുഷ്യനെ പാവിയെന്ന് വിളിക്കരുത് എന്ന് തറപ്പിച്ചു പറയുമ്പോൾ, ഇന്ന് രാത്രി തറപ്പിച്ചു ഞങ്ങൾ പറയുന്നു, പാപം ചെയ്യുന്ന മനുഷ്യനെ പാപി എന്നാണ് വിളിക്കുന്നത്. ആമേൻ. മനുഷ്യൻ പാപിയാണോ? അതെ. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ വാക്കും ഭാഷണവും കൂടാതെ ചങ്കിന് നേരെ വിരൽ ചൂണ്ടി പറയുന്നു, മനുഷ്യൻ പാപിയാണ്. ചില കാര്യങ്ങളെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ച് മുന്നോട്ട് പോകാം. അരികത്ത് കിടന്നുറങ്ങിയ ആമേൻ പിഞ്ചു കുഞ്ഞിനെ, താരാട്ടുപാടി ഉറക്കിയ കുഞ്ഞിനെ അർദ്ധരാത്രിയിൽ വാരിയെടുത്ത് തോളിലിട്ടു.
കടൽക്കരയിലേക്ക് നടന്നു നീങ്ങി കടൽക്കരയിൽ അടുക്കിയിട്ടിരിക്കുന്ന കരിങ്കല്ലിലേക്ക് ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞ് മരിച്ചില്ല എന്ന് കണ്ടപ്പോൾ ഇറങ്ങിച്ചെന്ന് ആ കുഞ്ഞിനെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് മുകളിലോട്ട് വന്നിട്ട് വീണ്ടും ആമേൻ ഒരു റബ്ബർ പന്തെറിയുന്ന ലാഘവത്തോടെ ആ കരിങ്കല്ലിലേക്ക് ആ കുഞ്ഞിനെ എറിഞ്ഞു കൊന്ന് പിടഞ്ഞു മരിക്കുന്ന കുഞ്ഞിൻ്റെ മരണം ഉറപ്പുവരുത്തിയ ഒരു അമ്മയെ പാവി എന്നല്ലാതെ എന്താണ് വിളിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ സ്വന്തം അപ്പൻ്റെ കൈയും കാലുമൊക്കെ വെട്ടിമുറിച്ച് പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടിപ്പൊതിഞ്ഞ് വണ്ടിയുടെ ഡിക്കിയിൽ തട്ടി നട്ടപ്പാതിരിക്ക് നടു റോഡിലൂടെ വണ്ടി ഓടിച്ച് ആമൻ വേസ്റ്റ് തള്ളുന്ന ലാഘവത്തോടെ അപ്പൻ്റെ കൈയും കാലും ഉടലുമൊക്കെ തള്ളിയ ഒരു മകനെ പാവി എന്നല്ലാതെ എന്താണ് വിളിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ഫീഡ്ബാക്ക് ചെയ്യുന്ന എനിക്ക് റേഞ്ച് ഒത്തിരി താഴോട്ട് പോകുന്നു. ഹൈ എടുക്കുമ്പോൾ അല്പം ഫീഡ്ബാക്ക് ഫ്രണ്ടിൽ കുറച്ചാലും ഫീഡ്ബാക്ക് കുറയ്ക്കില്ലേ. ഞങ്ങൾ ശബ്ദം ഭയങ്കര പ്രശ്നമാണ്. നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നു മനുഷ്യൻ പാപിയാണ്. പാപം ചെയ്യുന്ന മനുഷ്യൻ പാപിയാണ്. ആ പാപത്തിൽ നിന്ന് അവനൊരു മോചനം ആവശ്യമാണ്. പാപത്തിൽ നിന്ന് അവന് മോചനം കൊടുക്കാൻ മനുഷ്യൻ അനുഷ്ഠിച്ചതോ കണ്ടതോ കേട്ടതോ നിഷ്കർഷിച്ചതൊന്നും അവൻ്റെ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു രക്ഷകൻ, പാപിയുടെ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കേണ്ടതിന് ഒരു രക്ഷകൻ അനിവാര്യമായി വന്നു. ആ രക്ഷകനായി ഈഗത്തിൽ അവതരിച്ച സാക്ഷാൽ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. എത്ര വരുന്ന രാത്രിയിൽ ആ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മനസ്സാണ്. അപ്പോൾ ദൈവമായിരുന്ന അവിടുന്ന് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച സാക്ഷാൽ ദൈവമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരാകസ്മിക സംഭവമല്ല. വിശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖപ്പെടുത്തലുകൾക്കനുസരിച്ചാണ് യേശുവിൻ്റെ ജനനം നടന്നത്. പ്രിയരെ, യേശുവിൻ്റെ ജനനം അതിനൊരു രാഷ്ട്രീയ ഒരുക്കം നടന്നു, അതിനൊരു സാംസ്കാരിക ഒരുക്കം നടന്നു, അതിന് ഭാഷാപരമായ ഒരു ഒരുക്കം നടന്നു, അതിന് സാർവത്രികമായ ഒരു ഒരുക്കം നടന്നു. അങ്ങനെ കാലസമ്പൂർണതയുടെ കാലത്തികവിങ്കൽ കന്യാമറിയത്തിൻ്റെ ഉദരത്തിലൂടെ അവിടുന്ന് ബേത്ലഹേമിൻ്റെ മടിത്തട്ടിൽ ജനിച്ചു. പ്രിയരെ, യേശു ജനിച്ചത് ഒരു വീട്ടിലല്ല, ഒരു വഴിയമ്പലത്തിലല്ല. ആയിരുന്നെങ്കിൽ അവനെ കിടത്താൻ സ്ഥലം അന്വേഷിക്കുകയില്ലായിരുന്നു. അവനെ പ്രസവിച്ചത് വഴിവക്കിലാണ് എന്ന് നിസ്സംശയം പറയാം. എൻ്റെ പ്രിയരെ, പരമസമ്പന്നനായ മഹാദൈവമായവൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ അവനെ ജനിക്കാൻ, അവനെ കിടത്താൻ ഇവിടെ സ്ഥലമില്ലായിരുന്നു. ഇന്ന് രാത്രിയിൽ ആ കർത്താവിന് എത്ര പേർ സ്തോത്രം ചെയ്യാൻ, മഹത്വം കൊടുക്കാൻ മനസ്സുണ്ട്? അവരുടെ കരമൊന്നുയരട്ടെ. ആ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, യേശുവിനെ കിടത്താൻ സ്ഥലമില്ല. നിങ്ങൾ നോക്കൂ, അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, ഈ സകലത്തെയും ചലിപ്പിക്കുന്ന നവരത്ന നഖചിതമായ പുതിയ യെരൂശലേമിൻ്റെ നായകനായവൻ മറിയുടെ കരങ്ങളിൽ ഒതുങ്ങുന്നൊരു പിഞ്ചു പൈതലായി മാറി. പ്രൈസ് ദി ലോർഡ്. ആകാശത്തെ വിരിച്ചവൻ ഈ ഭൂമിക്ക് ഈ ആഴിക്ക് അതിരിട്ടവൻ. പ്രിയരെ, മേൽത്തരമായ പട്ടുവസ്ത്രത്തിന് മൂലവസ്തുവായി ഇതിനെ സെറ്റ് ചെയ്തവൻ കീറ്റുശീലകളാൽ പുതിയപ്പെട്ടു. അങ്ങനെ ആ ചോരക്കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് മറിയ പല വീടുകളുടെ വാതിൽ മുട്ടി നോക്കി. അവനെ കിടത്താൻ ഒരു വീടും അനുമതി കിട്ടിയില്ല, വഴിയമ്പലത്തിൽ സ്ഥലമില്ല. അങ്ങനെ ഒരു വീടിൻ്റെ വാതിൽക്കൽ മുട്ടിയപ്പോൾ അവർ കാണിച്ചു കൊടുത്ത സ്ഥലം കാലിത്തൊഴുത്താണ്. കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിലിൽ അവർ യേശുവിനെ കിടത്തി. ഇന്ന് രാത്രിയിൽ എൻ്റെ അന്തരംഗം നന്ദി കൊണ്ട് സ്തുതിക്കുകയാണ്. എൻ്റെ പ്രിയരെ, കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിലിൽ അവനെ കിടത്തിയിരിക്കുമ്പോൾ ദുർഗന്ധം വമിക്കുന്ന കാലിത്തൊഴുത്ത് യേശു അവിടെ എത്തിയതോടുകൂടെ അത് പറുദീസയ്ക്ക് തുല്യമായി മാറി. ഇന്ന് രാത്രിയിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. പാപത്താൽ ദുർഗന്ധം വമിക്കുന്ന, ശാപത്താൽ ദുർഗന്ധം വമിക്കുന്ന നിന്റെ വീട്ടിൽ ഇന്ന് രാത്രി യേശുവിന് ജനിക്കാൻ അവസരമുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ യേശുവിന് ജനിക്കാൻ അവസരമുണ്ടെങ്കിൽ, ഇതുവരെ അനുഭവിക്കാത്ത സ്വർഗീയ സന്തോഷം, സ്വർഗീയ സമാധാനം ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് യേശു മുഖാന്തരം വെളിപ്പെടുന്ന ഒരു രാത്രി. പ്രൈസ് ദി ലോർഡ്. ദുർഗന്ധം വമിക്കുന്ന കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിലിൽ യേശുവിനെ കിടത്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ,
എൻ്റെ പ്രിയരെ, എനിക്ക് കുറച്ച് പാട്ടൊക്കെ പാടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ രാജേഷ് വാസയും വിദ്യയൊക്കെ കണ്ടപ്പോൾ എൻ്റെ പാട്ടെല്ലാം പോയി. പാടാൻ അറിയില്ല എൻ്റെ മക്കളെ. ഞാൻ പാടും, എന്തായാലും പാടും. അച്ഛാ പാടും, എന്നെ സഹായിക്കണം, മൈക്കെടുത്തോണം. എഫ് മൈനറാണോ എ മൈനറാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പാട് കൂടെ പിടിപ്പിച്ചോണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേട്ടെ. നിങ്ങൾ ഒരു സ്തോത്രം പറയാതെ പ്രതികരിക്കുന്ന ഇങ്ങനെ തണുത്തിരിക്കുന്നത്, എൻ്റെ പ്രിയരെ, യേശുവിനെ ഉയർത്തുന്നത്, ആരാധനയ്ക്ക് കൊള്ളാവുന്ന, ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. അവൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ഇരിക്കുമ്പോൾ മൗനമായിരിക്കരുത്, ആത്മാവിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിലിൽ യേശുവിനെ കിടത്തിയിരിക്കുക. പരമസമ്പന്നനായവൻ ധരണിയിൽ ഏറ്റവും ദരിദ്രനായി മാറി. ജന്മസ്ഥലം വഴിയമ്പലം, ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. അവൻ അതിനെക്കുറിച്ച് പാട്ടുകാർ എഴുതി വച്ചിരിക്കുന്നതൊക്കെ ആവേശമാണ്. എൻ്റെ പ്രിയരെ, കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിലിൽ കിടത്തിയിരിക്കുന്നവൻ മാട്ടിൻ തൊഴുത്തിൽ കിടന്ന് മാന്യസുതനെ ഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ ചേർന്ന്. മാട്ടിൻ തൊഴുത്തിൽ കിടന്ന മാന്യസുതനെ ഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. അവൻ മാട്ടിൻ തൊഴുത്തിൽ കിടന്ന മാന്യസുതനെ, മാട്ടിൻ തൊഴുത്തിൽ കിടന്ന മാന്യസുതനെ ഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. അവൻ ഹീനവേഷം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ മനുഷ്യജന്മം ചേർന്ന് എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. അവൻ വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എന്റെ രാജേശ്വാസി എങ്ങനെ പാടാതിരിക്കും? മനുഷ്യജന്മമെടുത്ത് ഇകത്തിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ ആരാധ്യനായ ക്രിസ്തു കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിൽ അവനെ കിടത്തിയിരിക്കുകയാണ്. സ്വതന്ത്രം തൂമഞ്ഞിൻ കണങ്ങൾ പെയ്തിറങ്ങുന്ന നിലാവുള്ള സന്ധിയിൽ ആടുകളെ മേയിച്ചുകൊണ്ട് അജപാലകർ ആ രാത്രിയിൽ വെളിമ്പ്രദേശത്ത് വിശ്രമിക്കുമ്പോൾ ഒരു വെളിച്ചം അവരെ ചുറ്റുമില്ലേ. ഭയപരവശരായി അവർ ചാടിയെഴുന്നേറ്റു. ദൂതന്മാർ അവർക്ക് അരികെ നിന്നു. ദൂതന്മാർ പറഞ്ഞത്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്തെന്നാൽ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞത് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഭാഷയില്ല, വംശമില്ല. പെരുങ്കുളത്തുകാർക്ക് കൂടെ സന്തോഷിക്കാനുള്ളൊരു മാർഗമാണ്. ഇന്നേക്ക് 2024 പരം വർഷങ്ങൾക്ക് പുറകിൽ ഒരു രക്ഷകൻ ഇവിടെ അവതരിച്ചു. അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നോക്കൂ, അവനെ കിടത്താൻ സ്ഥലമില്ലാതെ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിൽ കിടത്തിയിരിക്കും. ദൂതന്മാർ പറഞ്ഞത് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഈ സന്തോഷം ആമേൻ തുളസിപ്പാസ് അകത്ത് വന്നതുകൊണ്ടാണ് ആമേൻ ഇങ്ങനൊരു യോഗം ഇവിടെ. ആമേൻ ഈ രാത്രിയിൽ ഈ ദേശം ഈ സന്തോഷം അനുഭവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും സമയം ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തി ഇന്ന് രാത്രി ഞങ്ങളിവിടെ വന്നത്. ആമൻ ഞങ്ങളുടെ സെൻറ്ററിൻ്റെ മിനിസ്റ്റർ ആമൻ ശാരീരികമായ ക്ഷീണമാണ് എങ്കിലും ബന്ധപ്പെട്ട് കൊട്ടാരക്കരന്ന് യാത്ര ചെയ്ത് വന്നത് ഈ മഹാസന്തോഷം ഈ ദേശം അനുഭവിക്കണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇതിനകത്ത് പ്രാർത്ഥനയോടെ നിങ്ങൾ ഓടിക്കയറിയത് ഒരു പ്രസംഗം കേൾക്കണമെന്ന് മാത്രമല്ല, ഈ മഹാസന്തോഷം ദേശം അനുഭവിക്കണം, ദേശം സ്വതന്ത്രമാകണം. അതാഗ്രഹിക്കുന്നവർ കരങ്ങളൊന്ന് അടിച്ച് ഈ രാത്രി വായ് തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ പറഞ്ഞത് ക്രിസ്തു എന്ന രക്ഷിതാവ്. അപ്പോൾ ക്രിസ്തു രക്ഷിതാവാണ്. നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ആമേൻ. മാലാഖമാർ പറയുന്നത് അവിടുന്ന് ജനിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനിച്ചത്. നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ദൂതന്മാർ പറഞ്ഞത് എന്താണ്? അടയാളമോ ശീലകൾ ചുറ്റി
കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിലിൽ കിടത്തിയിരിക്കുന്നു. പ്രിയരെ, അത് കേട്ട് നാമൻ ഈ വിദ്വാൻമാർ ആട്ടിടയന്മാർ ഇങ്ങനെ നടുങ്ങി നിൽക്കുമ്പോൾ ആമൻ ദൂതന്മാർ പറഞ്ഞെന്താണെന്നറിയാമോ? ആമൻ നിങ്ങൾ കടയാളം കീറ്റുശീലകളാൽ ചുറ്റപ്പെട്ട് കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിൽ കിടത്തിയിരിക്കുന്നു. അവരവിടെ നിന്ന് പുറപ്പെട്ടു, അവനെ കാണാനായി പുറപ്പെട്ടു. അതാ സൈമൺ സാർ എഴുതിയത്, ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ പൊതിഞ്ഞ യേശുദേവാ. പ്രൈസ് ദി ലോർഡ്. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ പുതിയപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവർ വന്നവനെ നമസ്കരിച്ചു മടങ്ങി. അവൻ 2 വിദ്വാൻമാർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. തത്വശാസ്ത്രം, മതം, വൈദ്യം ഇതിലൊക്കെ അവഗാഹമായ പഠനം നേടിയവരാണ്. അവർ ഒരു നക്ഷത്രം കണ്ടു. ആ നക്ഷത്രത്തെക്കുറിച്ച് മണിക്കൂറുകൾ വിശദീകരിക്കാനുണ്ട്, പക്ഷെ ഞാൻ അവിടേക്ക് പോകുന്നില്ല. ആസ്റ്റർ എന്ന് പറയപ്പെടുന്ന ഒരു നക്ഷത്രം, ആ നക്ഷത്രം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു. അവർ ആ നക്ഷത്രം നോക്കി യാത്ര പുറപ്പെട്ടു. നേരെ വന്നു കയറിയത് ആമൻ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക്. വന്ന് കയറിയിട്ട് അവർ ചോദ്യം ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രാജസദസ്സ് നടുങ്ങിപ്പോയി. അവൻ യെരൂശലേം ഭ്രമിച്ചു പോയി. അവൻ ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് അവൻ വിദ്വാൻമാർ ആഹ്വാനം ചെയ്യുകയാണ്. എൻ്റെ പ്രിയരെ, ഒരു കൊട്ടാരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ രാജകുമാരൻ ജനിച്ചു എന്ന്. പക്ഷേ ഇവർ വന്ന് ചോദിക്കുന്നത് അവൻ രാജകുമാരൻ എവിടെയെന്നല്ല, രാജാവോ ജനിച്ചവൻ എവിടെ? സോദരം, ഹേരോദാവ് അച്ഛാ ഒരു അടിയന്തര കമ്മിറ്റി വിളിച്ചു കൂട്ടി. പള്ളിപ്രമാണികൾ, പരീശന്മാർ, അവൻ ഇവരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയിട്ട് അടിയന്തര കമ്മിറ്റിക്കകത്തോട്ട് ഹേരോദാവ് എഴുന്നേറ്റ് എന്ന ഒറ്റ ചോദ്യം, ക്രിസ്തു എവിടെയാ ജനിക്കുന്നത്? ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. വിദ്വാൻമാർ വന്ന് ചോദിച്ചത് രാജാവ് എവിടെ ജനിച്ചെന്നാ. പക്ഷേ അവൻ ഇവിടെ ഹേരോദാവ് ചോദിക്കുക, ക്രിസ്തു എവിടെയാ ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹേരോദാവിന് മനസ്സിലായി ഒരു രാജാവ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. പുള്ളിക്ക് മനസ്സിലായി രാജാവ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവാണ്. ആമേൻ. അത് കേട്ടതും ഈ ഹേരോദാവ് പറഞ്ഞു, നിങ്ങൾ പോയി അവനെ നമസ്കരിച്ച് സൂക്ഷ്മമായി അറിഞ്ഞിട്ട് വന്ന് എന്നോട് പറയണം, എനിക്കും അവിടെ ചെന്ന് അവനെ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ഈ ഹേരോദാവ് എന്ന് പറയുന്ന പുള്ളി ആരാണെന്നറിയാമോ? പുള്ളിക്കാരനാണ് 46 വർഷം കൊണ്ട് യഹൂദന്മാരുടെ ദേവാലയം മനോജ്ഞമായി പണിതെടുത്തുകൊണ്ട് യഹൂദന്മാരുടെ പ്രീതി പിടിച്ചു പറ്റിക്കൊണ്ട് അവിടെ ഭരിക്കുന്ന ഒരു രാജാവാണ് ഹേരോദാവ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ. വാസ്തവത്തിൽ അവൻ തുടക്കം നല്ലതായിരുന്നു. അവൻ നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ അച്ഛൻ വയസ്സ് ചെല്ലുന്തോറും വല്ലാത്ത മുഷ്കായി മാറി. നിങ്ങൾ മിണ്ടുന്നില്ല. ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷയാണ് പ്രൈസ് ദി ലോർഡ്. വയസ്സ് ചെല്ലുന്തോറും അച്ഛൻ എന്തോയി മാറി? എൻ്റെ പൊന്നു പെരുങ്കുളംകാരൻ, ഞാൻ നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, ഞാൻ ഹേരോദാവിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വയസ്സ് ചെല്ലുന്തോറും ഈ പുള്ളി വല്ലാത്തൊരു സ്വഭാവമായി മാറി. കാരണം 3 പിള്ളേർ, അടുത്ത രാജാവാകേണ്ടതാണ്. 3 പിള്ളേർ, 3 എണ്ണത്തിന് എൻ്റെ മാത്തിപ്പാസ് ഈ പുള്ളി കൊന്നു. ഭാര്യയെ കൊന്നു, അമ്മായിയമ്മയെ കൊന്നു. വല്ലാത്തൊരു പ്രകൃതം. ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യനോടാ വന്ന് ചോദിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഭയന്നു പോയി പുള്ളി. സ്തോത്രം. എനിക്ക് ധാരാളം കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്, പക്ഷെ സമയം മുന്നോട്ട് പോകുന്നല്ലോ, സമയപരിമിതിക്കകത്ത് നിർത്തണമല്ലോ, വേഗത്തിൽ പോകുകയാണ്. വിദ്വാൻമാർ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. നക്ഷത്രം നോക്കി അവർ പുറപ്പെട്ടു. അവർ ചെന്നു. അവർ ചെന്ന് ശിശു ഇരിക്കുന്ന വീട്ടിലെത്തി. യേശുവിനെ കണ്ട് അമ്മയായ മറിയോടുകൂടെ യേശുവിനെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. ഓ, ഒരു നല്ല ഹല്ലേലൂയ പറ. വീണ് അവനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ വിദ്വാൻമാർക്ക് മനസ്സിലായി, ആരാധന വീതം വെക്കാനുള്ളതല്ല. ആരാധനയ്ക്ക് യോഗ്യൻ അത് ഒരുവനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. വീണവനെ നമസ്കരിച്ചു. ആമേൻ. അവര് നിക്ഷേപപാത്രങ്ങൾ തുറന്നു. പൊന്ന്, മൂര്, കുന്തുരുക്കം. പൊന്ന് രാജത്വത്തെ, മൂര് അവൻ്റെ പ്രവാചകത്വത്തെ, കുന്തുരുക്കം അവൻ പുരോഹിതനാണെന്ന്. എൻ്റെ ഉള്ളിലെ ആവേശം, അച്ഛാ
വിദ്വാൻമാർക്ക് മനസ്സിലായി ഈ കിടക്കുന്നത് രാജാവാണ്, ഈ കിടക്കുന്നത് പുരോഹിതനാ, ഈ കിടക്കുന്നത് പ്രവാചകനാ. അവന് തക്ക മഹത്വം കൊടുത്ത് അവനെ നമസ്കരിച്ചെങ്കിൽ ഇന്ന് രാത്രി പ്രിയരെ, അവൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ഞാനും നിങ്ങളും ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചാൽ മതിയോ? ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചാൽ മതിയോ? അവൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നാം, വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം. ഇന്ന് രാത്രി അറിഞ്ഞവനെ ആരാധിക്കാൻ കഴിയുന്നവർ, അറിഞ്ഞവന് മഹത്വം കൊടുക്കാൻ കഴിയുന്നവർ എത്ര പേര് ഇതിനകത്തുണ്ട്? അവർ കരങ്ങൾ ഉയർത്തട്ടെ, ഈ രാത്രി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിദ്വാൻമാർ പൊന്ന്, മൂര്, കുന്തിരിക്കം ഇത് മൂന്നും കാഴ്ചവെച്ചു. ഈ മൂന്നിനും ഒരു പ്രത്യേകതയുണ്ട്. മൂന്നും തീക്കകത്തൂടെ കടന്നു പോകേണ്ടതാണ്. തീക്കകത്തൂടെ കടന്നു പോകേണ്ടതാണ്. പൊന്ന് തീക്കകത്തൂടെ കടന്നുപോയാൽ ഉരുകി തീരുകയല്ല, അതിനകത്ത് കീടം മാറി പുറത്തു വരും, കിട്ടം മാറി ശ്രേഷ്ഠമായ സ്വർണമായി പുറത്തു വരും. ഇന്ന് രാത്രിയിൽ തീക്കകത്തൂടെ ദൈവം നിന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ, കഷ്ടത ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ശോധന ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്നെ തകർത്തു കളയുകയല്ല, ശുദ്ധീകരിച്ചു നിന്നെ പുറത്തെടുക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി, ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം വിട്ടൊഴിക്കുന്നു. 2 മൂര്, കുന്തിരിക്കം, 2 കുന്തിരിക്കം. കുന്തിരിക്കത്തിനൊരു പ്രത്യേകതയുണ്ട്. ചുമ്മാതിരുന്നാൽ ഈ പുള്ളിയെ കൊണ്ട് ഒരു ഗുണവുമില്ല. തീക്കകത്ത് കയറിയാൽ ഈ പുള്ളി പുകയാൻ തുടങ്ങും. ഹലോ, തീക്കകത്ത് കയറിയ പുള്ളി പുകയും. പുകഞ്ഞാൽ പുക ഉയരും. നിന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും നിന്റെ പ്രാർത്ഥന ധൂപമായും ഉയരണം. ആമേൻ. അപ്പം തീക്കകത്ത് കയറാത്ത കുന്തിരിക്കം ഏതാണെന്നറിയാമോ? ഞാൻ ഇത്ര തൊണ്ട കുത്തി പൂട്ടി പ്രസംഗിച്ചിട്ടും ഒരു സ്വോത്രം പറയാത്ത പുള്ളി ഉണ്ടെങ്കിൽ അത് തീക്കകത്ത് കയറാത്ത കുന്തിരിക്കുവാ. അച്ഛാ, തീക്കകത്ത് കയറിയ പുകയും. ആമേൻ. ഞാൻ വിടുകയാണ്. അവൻ അടുത്തത് മൂര്. മൂരിന്റെ പ്രത്യേകത, ഇത് സുഗന്ധവർഗമാണ്. ഇത് മൃതശരീരം സൂക്ഷിക്കേണ്ട യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, ഉയർപ്പ്, ഇതിനെയൊക്കെ പ്രതിപാദിക്കുന്ന വിഷയമാണ്. ആമേൻ. വിശദീകരിക്കുന്നില്ല. മൂരിന്റെ പ്രത്യേകത, ഇതിൻ്റെ ടേസ്റ്റ് കയ്പാണ്. പക്ഷെ തീക്കകത്ത് കയറിയാൽ പിന്നെ സൗരഭ്യമാണ്. പ്രൈസ് ദി ലോർഡ്. തീക്കകത്ത് കയറിയാൽ സൗരഭ്യമാണ്. ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയാം, ഈ സുവിശേഷ യോഗം നിന്റെ വിടുതലിൻ്റെ രാത്രിയാണ്. ഇതുവരെ നീ അനുഭവിക്കുന്ന കയ്പിനെ സൗരഭ്യമാക്കി മാറ്റാൻ കഴിയുന്ന സുവിശേഷത്തോട് ഇന്ന് രാത്രി പ്രതികരിക്കാൻ മനസ്സുണ്ടെങ്കിൽ, അധരാജകൽഖരകസിയാന, പാപത്താൽ കയ്പായി പോയ നിന്റെ ജീവിതത്തെ സൗരഭ്യമുള്ളതാക്കി മാറ്റാൻ, ശാപഗ്രസ്തമായി കിടക്കുന്ന നിന്റെ കുടുംബത്തെ സൗരഭ്യമുള്ളതാക്കി മാറ്റാൻ സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഈ രാത്രി ഹൃദയം തുറക്കാൻ മനസ്സുണ്ടെങ്കിൽ നീ സൗരഭ്യമായി മാറാൻ പോകുകയാ. എത്ര പേരുന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ മനസ്സുണ്ട്? ഹല്ലേലൂയ. പാപത്താൽ കയ്പായി പോയ നിന്റെ ജീവിതം, ശാപത്താൽ കയ്പായി കിടക്കുന്ന ജീവിതം, ആൺ തലമുറയിൽ വാണുകൊണ്ടിരിക്കുന്ന കയ്പ്, പെൺ തലമുറയിൽ വാണുകൊണ്ടിരിക്കുന്ന ശാപം, ആൺ തലമുറയിൽ വാണുകൊണ്ടിരിക്കുന്ന കയ്പ്, ആമേൻ, ശാപം, നിന്റെ കുടുംബത്തിനകത്ത് തലമുറയായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ശാപമുണ്ടല്ലോ, ആ കയ്പിനെ ഇന്ന് രാത്രി മാറ്റിമറിച്ച് നിന്റെ കുടുംബത്തെ സൗരഭ്യമാക്കി മാറ്റാൻ, നിന്റെ തലമുറയെ സൗരഭ്യമാക്കി മാറ്റാൻ ഈ രാത്രി കഴിയുന്ന സുവിശേഷം ഈ ദേശത്ത് പരിവർത്തനം വരുത്തുമെന്ന് ഉറപ്പുള്ളവരെ കരങ്ങൾ അടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഇതൊരു പ്രവചന ശബ്ദമാ, ഇതൊരു പ്രവചന ശബ്ദമാ. ഇന്ന് രാത്രി ചിലതിന്റെ കയ്പ് ദൈവം മാറ്റാൻ പോകുകയാ. സഹോദരി, നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന കയ്പുണ്ടല്ലോ, ആ കണ്ണുനീരിന്റെ കയ്പുണ്ടല്ലോ, രോഗത്തിന്റെ കയ്പുണ്ടല്ലോ, ബാധ്യതയുടെ കയ്പുണ്ടല്ലോ, ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അനുഭവത്തിലൂടെയുള്ള ആ കയ്പ് നിറഞ്ഞ ജീവിതത്തെ ഇന്ന് രാത്രി സൗരഭ്യമാക്കി മാറ്റാൻ കഴിയുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് നസ്രേനായ യേശു ക്രിസ്തു. Praise the Lord. Hallelujah. Hallelujah. ഹല്ലേലൂയ. മദ്യപാനത്തിന്റെ ആസക്തിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു കുടുംബമാണോ നീ കയ്പനുഭവിക്കുന്നു? തലമുറയെക്കുറിച്ച് സ്വസ്ഥത നഷ്ടപ്പെട്ട് നീ കയ്പനുഭവിക്കുന്നു? ലഹരി പദാർത്ഥങ്ങൾക്കും LSDക്കും MDMA അടക്കമുള്ള സിന്തറ്റിക് രൂപത്തിലുള്ള മയക്കുമരുന്നുകൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന തലമുറ നിമിത്തം ഇന്ന് രാത്രി കയ്പനുഭവിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ കയ്പ് മാറ്റി കുടുംബത്തിൽ സമാധാനം നൽകാൻ കഴിയുന്ന സുവിശേഷത്തിന്റെ ശക്തി ഈ രാത്രി നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. നിന്റെ കുടുംബത്തെ
മാർഗത്തെ സൗരഭ്യമുള്ളതാക്കി മാറ്റാൻ കഴിയുന്ന സുവിശേഷത്തിനായി ഈ രാത്രി ഹൃദയം തുറക്കാൻ എത്ര പേർക്കും മനസ്സുണ്ട്? ഷാദാരാജനാദിയ പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, കോട്ടയത്ത് കറുകച്ചാലിൽ മൈലാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സുവിശേഷ യോഗത്തിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, ആമേൻ, എവിടെ നിന്നോ ഒരു ചെറുപ്പക്കാരൻ മുന്നിലേക്ക് ഓടി വന്നു. ആജാനുബാഹുവായ ഒരു ചെറുപ്പക്കാരൻ. അവൻ വന്ന് വീണ് കരയുകയാണ്. ആമേൻ. പടുപാവിയായ മനുഷ്യൻ രക്ഷാവാചകം ചൊല്ലിക്കൊടുത്തവനാണ്. അവൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അവനുവേണ്ടി പ്രാർത്ഥിച്ചു. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവൻ പോകാതെ എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അവൻ എന്നോട് പറഞ്ഞ വാക്കുകൾ, പാസ്റ്റർ, ഞാനൊരു പടുപാവിയാണ്. ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? ഞാനൊരു കൊലപാതകനാണ്. ഞാനൊരു കൊലപാതക കേസിലെ പ്രതിയാണ്. ഒരു കൊലപാതകനാണ്. എൻ്റെ കൈകൾ പാപക്കറയുണ്ട്. നിയമങ്ങൾ എന്നെ ശിക്ഷിക്കാം, പക്ഷേ എൻ്റെ പാപക്കറ ആര് കഴുകും? എൻ്റെ ഹൃദയത്തിനകത്ത് കരിങ്കല്ല് പോലെ ഭാരമായിരുന്ന വിഷയമാണ്. എന്നാൽ ഇവിടെ ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ആ ഭാരം എൻ്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. സ്നേഹിത, കൊലപാതകനെ കുഞ്ഞാടാക്കി മാറ്റുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. നരാധമനെ നരസ്നേഹിയാക്കി മാറ്റുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ മാതാവേ, മകനെ നഷ്ടപ്പെട്ടു എന്നോർത്ത് ഭാരപ്പെടുന്നെങ്കിൽ ആ മകനെ മടക്കി തരാൻ കഴിയുന്ന മാർഗം അതാണ് സുവിശേഷം. നിന്റെ ഭർത്താവ് നിന്റെ ജീവിതത്തിൽ സമാധാനം തരത്തില്ല എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നിന്റെ ഭർത്താവിനെ മടക്കി തരാൻ കഴിയുന്ന ഒരു മാർഗമാണ് സുവിശേഷം. ഈ രാത്രിയിൽ നിന്റെ കയ്പ് മാറ്റി ജീവിതം സൗരഭ്യമുള്ളതാക്കി മാറ്റാൻ, നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഏകമാർഗം അതാ സുവിശേഷം. ഏക രക്ഷകൻ അതാണ് നസ്രനായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ഹൃദയം തുറക്കാൻ മനസ്സുണ്ടെങ്കിൽ ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങൾ യേശു മാറ്റിമറിക്കാൻ പോവുകയാണ്. സമാധാനം കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. കണ്ണുനീർ തുള്ളികൾ വാരി എറിഞ്ഞ് നീ നടക്കുന്നതെങ്കിൽ, കണ്ണുനീർ തുള്ളികൾ വീണ് ആഹാരമാണ് നീ വാരി കഴിക്കുന്നതെങ്കിൽ, ഓരോ രാത്രിയും ഭയത്തോടുകൂടെയാണ് ജീവിതം തള്ളി നീക്കുന്നതെങ്കിൽ, കയ്പ് നിറഞ്ഞ ജീവിതാന്തരീക്ഷത്തിൻ്റെ നീർച്ചുഴിക്കകത്ത് വീർപ്പുമുട്ടുമ്പോൾ ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തെ സൗരഭ്യമുള്ളതാക്കി, ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, ജീവിതത്തെ സൗരഭ്യമുള്ളതാക്കി മാറ്റാൻ, നിനക്ക് സമാധാനം നൽകാൻ, സന്തോഷം നൽകാൻ, ആശ്വാസം നൽകാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതാണ് ദൈവത്തിൻ്റെ സുവിശേഷം. ഇത് പണം പൊടിക്കുന്ന മീറ്റിംഗ് അല്ല. ഇത് നിന്റെ രക്ഷയ്ക്കിന് വേണ്ടി ആത്മഭാരത്തോടെ നടത്തപ്പെടുന്നൊരു മീറ്റിംഗാണ്. ആമേൻ. ഈ വെയിൽ കൊണ്ടും മഞ്ഞുകൊണ്ടും ഇല്ലാത്ത പണം മുടക്കി യോഗം ഇവിടെ നടത്തുന്നത്, പ്രിയരെ, ഈ രാത്രി നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഒരവസരം നിനക്ക് ലഭിച്ചില്ലെന്ന് വരാം. 10ാം ക്ലാസ്സിൽ തോറ്റാൽ സ്നേഹിത ഒന്നുകൂടെ എഴുതാം. ഒരു ഇൻ്റർവ്യൂ നഷ്ടപ്പെട്ടാൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഒരു ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടാൽ അടുത്തൊരു ഫ്ലൈറ്റ് കിട്ടും. അവൻ നഷ്ടം എന്തായാലും തിരിച്ചു കിട്ടും. പക്ഷേ ജീവിതം ഒന്നേയുള്ളൂ, ജീവിതം ഒന്നേയുള്ളൂ. ഇനി ഒരവസരം നിനക്ക് കിട്ടുമെന്ന് നീ ചിന്തിക്കരുത്. ഇന്ന് രാത്രി നീ പ്രയോജനപ്പെടുത്തുക. ഈ ആയുസ് കൊണ്ട് നിന്റെ രക്ഷകനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അതിൽ പരം ഭാഗ്യം ജീവിതത്തിൽ വേറെയില്ല. ഞങ്ങൾ ആ രക്ഷകനെ ഇവിടെ ഉയർത്തി കാണിക്കുന്നു. ആ രക്ഷകന്റെ പേര് ഞങ്ങൾ ഒന്നിച്ചാവർത്തിച്ചു വിളിച്ചു പറയാം. അവന്റെ പേരാണ് നസ്രനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ മോര്, പൊന്ന്, കുന്തിരിക്കം ഇത് മൂന്നും വെച്ച് നമസ്കരിച്ച് പുറപ്പെടാൻ സമയമായപ്പോൾ, സ്തോത്രം, വിദ്വാൻമാരോട് ദൈവം ഇടപെട്ട് പറഞ്ഞു, വന്ന വഴി പോകരുത്, വേറെ വഴിയായി പോകണം. സ്തോത്രം. നീ ഇങ്ങോട്ട് വന്ന വഴിയിൽ ഇനി തിരിച്ചെന്ത് ചെയ്യരുത്? യേശുവിനെ അറിഞ്ഞ പിന്നെ പണ്ടത്തെ വഴി കറങ്ങി നടക്കരുത്. ആരും മിണ്ടുന്നില്ല. സ്തോത്രം. വഴി മാറി സഞ്ചരിക്കണം. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് യേശുവിനെ സ്വീകരിച്ചാൽ പിന്നെയും പണ്ടത്തെ സ്ഥലത്ത് കറങ്ങരുത്. ഇന്ന് രാത്രി പുറത്തു വന്നോണം. ആമേൻ. നാസർജൻ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ
ഒന്ന് ഫ്രഷ് ആകണം, ഒന്ന് കുളിക്കുക. ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് വീണ്ടും എന്ത് ചെയ്യത്തില്ല, ഇടൂ. അയ്യോ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരു സംശയമുള്ളതുപോലെ. ഇടാറില്ല ചാ, വേറെ എടുത്തിടും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കപ്പെട്ടാൽ പിന്നെ നീ പഴയ തട്ടകത്തിലല്ല, ഇന്ന് രാത്രി വേർപെട്ട് ആരാധിക്കാൻ അവൻ തീരുമാനമെടുത്തോണം. വിശുദ്ധിയോടുകൂടെ ദൈവത്തെ ആരാധിക്കാൻ, വേർപാടനുഷ്ഠിച്ചു ദൈവത്തെ ആരാധിക്കാൻ, ഉപദേശാത്മകമായി ദൈവത്തെ ആരാധിക്കാൻ ഈ രാത്രി തീരുമാനമെടുക്കണം. ആമേൻ. പെരുങ്കുളത്തും ഉപദേശാത്മകമായ ഒരു റിവൈവൽ ആരംഭിക്കുന്നതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അഭിഷേകത്തിൻ്റെ പേരിൽ ഒത്തിരി കോപ്രായത്തരങ്ങളൊക്കെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതൊന്നുമല്ല അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. അതൊന്നുമല്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ അഭിഷേകത്തിന് വില കൊടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പെന്തക്കോസ്തുകാരെ വേർപെട്ട് നിർത്തിയത് നമ്മുടെ അഭിഷേകമാണ്. എന്നിട്ടും ഒരു നല്ല ഹല്ലേലൂയ ഇല്ല. പെന്തക്കോസ്തിന്റെ മുഖമുദ്ര അഭിഷേകമാണ്. അഭിഷേകത്തിന്റെ മുൻപിൽ അന്ധകാരങ്ങൾ കെട്ടടങ്ങും, പൈശാചിക ശക്തികൾക്ക് ഇളക്കം സംഭവിക്കും. ഇന്ന് രാത്രിയിലും അഭിഷേകം പ്രാപിച്ച് ഒരുപറ്റം ദൈവജനം ഇതിനകത്തുണ്ടെങ്കിൽ മൗനമായിരിക്കരുത്, ആത്മാവിലൊന്ന് പ്രതികരിച്ചു തുടങ്ങാം. ഹല്ലേലൂയ. പ്രിയരെ, ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞ് നീ വന്ന വഴി പോകരുത്. ഹേരോദാവിന് ചില മാസങ്ങൾ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മനസ്സിലായി താൻ കബളിപ്പിക്കപ്പെട്ടു. അവർ പോയ കാമൻ മാസങ്ങളുടെ വർഷങ്ങളുടെ കണക്കനുസരിച്ചിട്ട് ആമേൻ ഹേരോദാവ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു, 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയാൻ. പക്ഷെ ഹേരോദാവ് ഇത് ഭാവിക്കും മുൻപേ ദൈവം ഇടപെട്ടിട്ട് ആമേൻ യോസഫിനോട് പറഞ്ഞു, കുഞ്ഞുമായിട്ട് മിസ്രൈമിലേക്ക് പോകണം. മിസ്രൈമിൽ രാഷ്ട്രീയ അഭയം യേശുവിനൊരുക്കി എന്ന് പറഞ്ഞാൽ തകർക്കാൻ ശ്രമിച്ചവനെ തോടാൻ അനുവദിക്കാതെ സ്വർഗം അവിടെ നിന്നും മാറ്റി. ഇന്ന് രാത്രിയിൽ അവൻ ദേശത്തോട് വിളിച്ചു പറയാം, നിന്റെ തലമുറയെ തകർക്കാൻ പിശാച് പദ്ധതിയിട്ടതിനകത്തു നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ഒരുക്കിയ മീറ്റിംഗ് ആണ്. ഇതിനകത്ത് നീ ഓടി കയറിക്കോ. ഇത് നിന്റെ വിടുതലിന്റെ രാത്രിയാ. ഇത് നിന്റെ വീട്ടിനകത്ത് വിടുതലിന്റെ രാത്രിയാ. സ്വതന്ത്രം ഒരു പ്രവചന ശബ്ദമായി വിളിച്ചു പറയുന്നു, ദുരന്തങ്ങൾ ദൈവം എടുത്തു മാറ്റുകയാണ്, അനർത്ഥങ്ങൾ ദൈവം എടുത്തു മാറ്റുകയാണ്. നിന്റെ വീട്ടിനകത്ത് വീശിയടിച്ച ദുരന്തത്തിൻ്റെ അനർത്ഥത്തിൻ്റെ കടുതിയുടെ കാറ്റിനെ ഇന്ന് രാത്രി എടുത്തു മാറ്റി നിനക്ക് സമാധാനം നൽകാൻ കഴിയുന്ന, നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത നൽകാൻ കഴിയുന്ന അവൻ സുവിശേഷത്തോട് പ്രതികരിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ഓടി കയറിക്കോ. ഇത് വിടുതലിൻ്റെ രാത്രിയാണെന്ന് അത് അംഗീകരിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്വതന്ത്രം. രക്ഷകനായി ജനിച്ച ക്രിസ്തുവിനെ അവൻ്റെ ജനനത്തെ മറച്ചു കളയാൻ ഹേരോദാവ് ശ്രമിച്ചു, ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷെ ഹേരോദാവിൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. കാരണം യേശുക്രിസ്തുവിൻ്റെ ജനനം സ്വർഗീയ കാര്യപരിപാടിക്കനുസരിച്ചാണ്. കാലസമ്പൂർണതയിലാണ്, കാലത്തിൻ്റെ തികവിലാണ് ക്രിസ്തുവിൻ്റെ ജനനം. ആ ക്രിസ്തുവിൻ്റെ ജനനം ആകസ്മികമായി സംഭവിച്ചതല്ല. വിശുദ്ധ തിരുവചനത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ആമൻ മലാക്കി വരെയുള്ള പ്രവചന താളുകളിലെ പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ് പ്രവചന പുരുഷനായി ഇവിടെ അവതരിച്ച ലോകൈക രക്ഷകനായ യേശുക്രിസ്തു. ദൈവം ഒരു മനുഷ്യനായ ഒരു വിനോദത്തിനു വേണ്ടി വന്നു പോകാൻ വന്നതല്ല. അവൻ വെറുതെ അവതരിച്ചതുമല്ല. പാപികളെയെല്ലാം കൂടെ കൊന്നുപിടിക്കാനോ ദുഷ്ടന്മാരെയെല്ലാം കൂടെ നിഗ്രഹിക്കാനോ അല്ല. പാപികൾക്ക് വേണ്ടി പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതിനു വേണ്ടി അവൻ ഈഗത്തിൽ അവതരിച്ച ആ രക്ഷകന്റെ ജനനത്തെ മറയ്ക്കാൻ ശ്രമിച്ച ഹേരോദാവിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഞാനതിൻ്റെ പൂർണ്ണരൂപം ഒടുവിൽ പറയാം. 2, യേശുക്രിസ്തുവിന്റെ മരണത്തെ തടയാൻ പീലാത്തോസ് ശ്രമിച്ചു. 2-ാം വാക്യം വായിക്കാം നമുക്ക് വേഗത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യം. ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ 2-ാമത്തെ ഭാഗം, യേശുവിൻ്റെ മരണത്തെ തടയാൻ പീലാത്തോസ് ശ്രമിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ മറയ്ക്കാൻ ഹേരോദാവ് ശ്രമിച്ചു. 2, യേശുക്രിസ്തുവിൻ്റെ മരണത്തെ തടയാൻ പീലാത്തോസ് ശ്രമിക്കുന്നു. പ്രിയപ്പെട്ട സ്നേഹിതരെ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് ജീവിക്കാനായിട്ടല്ല, ക്രിസ്തു ജനിച്ചത് മരിക്കാനായിട്ടാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. ഇവിടെ ജനിച്ചവരെല്ലാം ജീവിക്കാനാണ് ജനിച്ചതെങ്കിൽ ജീവിച്ച് കൊതി തീർന്നിട്ടുമില്ല. പക്ഷേ മരിക്കാനായി ജനിച്ച ഒരുവൻ, അത് നസറേനായ യേശുക്രിസ്തുവാണ്. ആമേൻ. യേശുക്രിസ്തു മരിക്കാനായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചത്.
കുഴപ്പമില്ല. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അപ്പം മരിക്കാനായി ഇവിടെ ജനിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ജീവിക്കാനായിട്ടല്ല, പിന്നെ എന്തിനാണ്? മരിക്കാനായിട്ടാണ് യേശു ജനിച്ചത്. ഒരിക്കൽ ഒരു സഭയിൽ, എനിക്ക് പരിചയമുള്ളൊരു സഭയിൽ, അവൻ ഒരപ്പച്ചൻ, ആ ചർച്ചിലെ അപ്പച്ചൻ, 100 വയസ്സ് കഴിഞ്ഞ അപ്പച്ചനാണ്. അന്ന് അദ്ദേഹം വന്നു. എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ല. നല്ല അവൻ വിശുദ്ധിക്ക് വില കൊടുക്കുന്ന ഒരു അപ്പച്ചനാണ്, നല്ലൊരു അപ്പച്ചനാണ്. അദ്ദേഹം സാക്ഷ്യ സമയത്ത് എഴുന്നേറ്റിട്ട് എന്നിട്ട് പറഞ്ഞു, ഇന്നലെ എനിക്ക് 100 വയസ്സ് പൂർത്തീകരിച്ചു, ദൈവം എന്നെ നടത്തി. എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞ വാക്കെന്താ അറിയാമോ? ദൈവമക്കളായി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ദീർഘായുസോടിരിക്കാം. അച്ഛാ 100 വയസ്സായി, അപ്പോഴും അപ്പച്ചൻ പറഞ്ഞത് ഞാൻ ദീർഘായുസോടെ ഇരിക്കാം. അപ്പോഴും അപ്പച്ചൻ എന്തോ ചെയ്യുന്നില്ല, മരണം ആഗ്രഹിക്കുന്നില്ല. 90 വയസ്സ് കഴിഞ്ഞ ഒരു പുള്ളി ചാരികസാരയിൽ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ 14 വയസ്സുള്ള കൊച്ചുമകൾ ഒരു കട്ടൻ കാപ്പി കൊണ്ടു കൊടുത്തു. കട്ടൻ കാപ്പി മേടിച്ച് കുടിച്ചതും പുള്ളി പൊട്ടിക്കരഞ്ഞു. ഈ കൊച്ചു തിരിഞ്ഞെന്ന് ചോദിച്ചു, എന്തിനാ അപ്പച്ച കരയുന്നേ? പുള്ളി പറഞ്ഞത്, മോളെ, പണ്ട് എനിക്ക് കാപ്പി കൊണ്ടു തരുന്നത് നിൻ്റെ വല്യമ്മയായിരുന്നു, അവൾ മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ നിൻ്റെ അമ്മയായിരുന്നു എനിക്ക് കാപ്പി കൊണ്ടു തരുന്നത്, അവളും മരിച്ചു. ഇപ്പം നീയാണ് എനിക്ക് കാപ്പി കൊണ്ടു തരുന്നത്. ഇനി നീയൂടെ മരിച്ച പിന്നെ എനിക്ക് ആരാ കാപ്പി കൊണ്ടു തരുന്നേ? അല്ല, മനസ്സിലായോ? 90 വയസ്സുള്ള പുള്ളിയുടെ ചിന്ത, 14 വയസ്സുള്ള കൊച്ചു മരിച്ചാലും ഞാനെന്തോ ചെയ്യത്തില്ല. സ്വതന്ത്രം. ജീവിക്കാൻ ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. മാസ്മരിക ചുവടുകൾ കൊണ്ട് ലോകത്തെ ഇളക്കി മറിച്ച പോപ്പ് ഗായകൻ കൂടിയായ മൈക്കിൾ ജാക്സൺ അദ്ദേഹം ജീവിക്കാൻ ആഗ്രഹിച്ചു. 150 വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹിച്ചു. വിദഗ്ധമായ ഒരു ഡോക്ടർ സംഘത്തെ കൂടെ നിർത്തി. പക്ഷേ 50ാമത്തെ വയസ്സിൽ പുള്ളി മരിച്ചു. സ്തോത്രം. അലക്സാണ്ടർ ചക്രവർത്തി, ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ വൈദ്യന്മാരോട് യാചിച്ചു, തൻ്റെ അമ്മയെ കാണും വരെ തൻ്റെ ആയുസ്സിനെ ഒന്ന് ദീർഘമാക്കണം. നടന്നില്ല. 1000 സംവത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സാമ്രാജ്യത്തെ മനസ്സിലിട്ട് താലോലിച്ച് 110 ലക്ഷം ആളുകളുടെ പ്രാണനെടുത്ത ഹിറ്റ്ലർ ഒരു ദുരന്തമായി മാറി. ഇവിടെ സകല ആളുകളും ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിച്ചാൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇവിടെ ജീവിക്കാനാ. പ്രിയരെ, എന്നാൽ മരിക്കാനായി ജനിച്ച ഒരുവനുണ്ടെങ്കിൽ അതാണ് ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന ലോകൈക രക്ഷകനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ അരിമശിഷ്യനായ ഇസ്കരിയോത്ത് യൂദായുടെ ഒറ്റിച്ചുംബനത്താൽ പിടിക്കപ്പെട്ടു. ആ രാത്രിയിൽ അവൻ്റെ കണ്ണ് കെട്ടി, മുഖത്താഞ്ഞടിച്ചിട്ട് പറഞ്ഞു, നിന്നെ അടിച്ചതാരെന്ന് പ്രവചിക്ക്. റോമൻ നാണയത്തുട്ടുകൾ കൂട്ടിപ്പിടിച്ചു. അവൻ്റെ മുഖത്തെ രോമങ്ങൾ വെട്ടിച്ചു പിഴുതെടുത്ത രോമകൂപങ്ങളിലൂടെ രക്തം ഒലിച്ചിറങ്ങുമ്പോൾ ആരോ അവൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. നമ്മൾ പോകുന്ന വഴിയിൽ ഒരാൾ കാർക്കിച്ചു തുപ്പിയാൽ നമുക്കത് അപമാനമാണ്. ചങ്കിനകത്ത് വല്ലാത്ത പിടച്ചിലുണ്ടാകും. അങ്ങനെയാണെങ്കിൽ എൻ്റെ നാഥൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയപ്പോൾ ആ തുപ്പലും രക്തവും കൂടെ മുഖത്തുകൂടെ ഒഴുകി ഇറങ്ങുമ്പോൾ അവൻ അനുഭവിച്ച അപമാനം അതെനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടായിരുന്നു. പെരുങ്കുളം ദേശമേ, നിങ്ങൾക്ക് വേണ്ടി അപമാനം സഹിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ ഈഗത്തിൽ അവതരിച്ച ഒരൊറ്റ രക്ഷകൻ, ആവർത്തിച്ചു പറയാം, അത് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. 5 കോടതികളിൽ 7 പ്രാവശ്യം അവനെ മാറി മാറി വിസ്തരിച്ചു. ഹന്നാവ്, കയ്യപ്പാവ്, അന്നത്തെ മതക്കോടതി, പീലാത്തോസ്, ഹേരോദാവ് അടക്കം 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. ഒടുവിൽ പീലാത്തോസിന്റെ വിസ്താര സഭയുടെ മുൻപാകെ യേശു നിൽക്കുന്നു. നോക്കൂ, അന്നത്തെ നീതി ന്യായ വകുപ്പ് അനുസരിച്ച് കുറ്റം ആരോപിക്കപ്പെടുന്ന മനുഷ്യൻ കുറ്റക്കാരനല്ല എന്ന് ന്യായാധിപന് ബോധ്യപ്പെട്ടാൽ, ന്യായാധിപൻ ഇവൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞാൽ പൊതു സദസ്സിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്ന് അവനെ സ്വന്തം ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോകും. യേശു ക്രിസ്തുവിനെ ന്യായവിസ്താര സഭയുടെ മുൻപാകെ നിർത്തി ന്യായം വിധിക്കുമ്പോൾ പീലാത്തോസ് ആഗ്രഹിച്ചു ഇവനെ വിട്ടയക്കണം. പീലാത്തോസിന്റെ ഭാര്യ അറിയിച്ചു, ഇവൻ നീതിമാനാണ്, ഇവന്റെ കാര്യത്തിൽ ഇടപെടരുത്. യേശുവിനെ വിട്ടയക്കാൻ ആഗ്രഹിച്ചു.
അതിന് പെസഹായി കൂട്ടുപിടിച്ചു പീലാത്തോസ് പറഞ്ഞു, ജനത്തെ ആർത്തിരമ്പി ഇളകി മറിഞ്ഞു നിൽക്കുന്ന ജനക്കൂട്ടത്തെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉത്സവമാണ്, ഒരുവനെ വിട്ടുതരാറ് പതിവുണ്ട്. നിങ്ങൾക്ക് ബറാബാസിനെ വേണോ അതോ യേശുവിനെ വേണോ? ആർത്തിരമ്പിയ ജനക്കൂട്ടത്തിൻ്റെ അതരത്തിൽ നിന്ന് അവരാക്രോശിച്ചത് ഇങ്ങനെയാണ്, അവനെ ക്രൂശിക്കുക, യേശുവിനെ ക്രൂശിക്കുക, ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. കലാപക്കാരനും കൊലപാതകനുമാണ്. ന്യായമായിട്ട് രാജ്യദ്രോഹ കുറ്റത്തിൽ ക്രൂശ് മരണത്തിനായി വിധിക്കപ്പെട്ട മനുഷ്യനാണ്. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത യേശുവിൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുകയാ. ഇന്ന് രാത്രിയിൽ അവൻ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ നീതിമാനെ കൈക്കൊള്ളാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, അന്യായം ചെയ്യുന്നവനെ ചേർത്ത് നിർത്തുമ്പോൾ, നീതിമാന് വേണ്ടി നീതിയോടെ ന്യായം വിധിക്കുന്ന, ന്യായം നടപ്പാക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ സാന്നിധ്യവും ഇന്ന് രാത്രിയിൽ ഇതിനകത്തുണ്ട്. അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ആമേൻ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബറബാസിനെ വിട്ടു തരണം, യേശുവിനെ ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുക്കണം. എൻ്റെ പ്രിയരെ, എൻ്റെ ഹൃദയം വേദനിച്ച നിമിഷങ്ങൾ ഞാൻ ഇത് വായിച്ചപ്പോൾ, കാരണം യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായത്തിന്റെ 38-39 വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം അതിന്റെ 4, 5, 6 വാക്യങ്ങളിൽ കാണുന്നു. 3 പ്രാവശ്യം പീലാത്തോസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ഒരു ദരിദ്രനെ പോലും ജാമ്യത്തിലിറക്കാൻ ആളുകൾ ഓടി വരും. അവൻ അടിമയെ പോലും ജാമ്യത്തിലിറക്കാൻ ആളുകൾ ഓടി വരും. യഹൂദ്യ മലനാട്ടിൽ അത്ഭുതങ്ങൾ കൊണ്ട് ഇളക്കി മറിച്ച അരുമരക്ഷകനായ യേശു ക്രിസ്തു പീലാത്തോസിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ അവനെ സഹായിപ്പാൻ ആരുമില്ല. 3-ാം പ്രാവശ്യവും ആമേൻ പീലാത്തോസ് എഴുന്നേറ്റ് പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസ് ചുറ്റും നോക്കി, ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ? ആരും മുന്നോട്ട് വരാതിരിക്കുമ്പോൾ ഒരു പക്ഷേ പീലാത്തോസ് ചിന്തിച്ചു കാണും, ആർക്കും വേണ്ടാത്തവന് വേണ്ടി ഞാൻ എന്തിനാ ഇങ്ങനെ ആക്ഷേപങ്ങൾ സഹിക്കുന്നത്? ഇന്ന് രാത്രി സ്നേഹിത, ആർക്കും വേണ്ടാത്തവനായി ഒരു അനാഥനെ പോലെ, ആമൻ പാട്ടുകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വഴിയാധാര ജീവിയായി, ആരും സഹായിപ്പാനില്ലാത്തവനായി പീലാത്തോസിന്റെ മുൻപാകെ നിൽക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടോ? എൻ്റെ അന്തരംഗം പിടച്ചു. ഇവൻ ആരാന്നറിയണ്ടേ? ഇവൻ അവൻ ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുന്നവൻ. വെള്ളിക്കോൽ കൊണ്ട് പർവ്വതങ്ങളെയും തുലാസ് കൊണ്ട് കുന്നുകളെയും തൂക്കുന്നവനാണ്. ഭൂമിയിലെ പൊടി തന്റെ നാടിയിൽ കൊള്ളിക്കുന്ന, സപ്തസാഗരങ്ങളെ കൈക്കൊമ്പിളിൽ കോരിയെടുക്കുന്നവന്, കാർമുകിൽ കീറിപ്പോകാതെ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുന്നവനാണ്. ഇടിമുഴക്കത്തിന് ചാലും ജലപ്രവാഹത്തിന് പാതയും ഒരുക്കുന്നവനാണ്. ഭൂമിയെ നാസ്തിത്വത്തിൽ തൂക്കിയിരിക്കുന്നവനാണ്. ഭൂമിക്ക് വൃത്തം വരച്ചവനാണ്. ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടവനാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ്. ഒറ്റ വാക്കുകൊണ്ട് ഈ കാണുന്ന സകലത്തെയും ഉളവാക്കിയവനാണ്. സൂര്യചന്ദ്ര നക്ഷത്രാദികളെ വാരി വിതറി അതിന് സ്ഥാനവും പേരും നിർണയിച്ച് അതിന് സഞ്ചാരപഥം വിരൽ കൊണ്ട് വരച്ചു കൊടുത്ത അഖിലാണ്ടത്തിന്റെ ശില്പിയായ, പ്രപഞ്ചത്തിന്റെ ഉടയവനായവൻ ആരും സഹായിപ്പാനില്ലാത്തവനായി. എൻ്റെ ഹൃദയം പിടഞ്ഞ് ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ തമ്പുരാനോട് ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരും സഹായിപ്പാനില്ലാത്തവനായി എന്തിനാ പീലാത്തോസിന്റെ മുൻപാകെ നിന്നത്? ഒരു മർമ്മരസ്വരം എൻ്റെ കാതിൽ കേട്ടു, മോനെ, ആരും സഹായിപ്പാനില്ലാത്ത നിന്നെ കൂടെ സഹായിക്കേണ്ടതിന് ഞാൻ ആരും സഹായിപ്പാനില്ലാത്തവനായി മാറിയത്. ഇന്ന് രാത്രിയിൽ പെരുങ്കുളം ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ആരും സഹായിപ്പാനില്ലാത്ത നിന്നെ സഹായിപ്പാൻ ഒരുവനുണ്ട്. അവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ട് പീലാത്തോസിന്റെ മുൻപിൽ ആരും സഹായിപ്പാനില്ലാത്തവനായി നിൽക്കുന്നവൻ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ചേർന്ന് പാടാമോ? ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതി ഉല്ലാസമേ. ചേർന്ന്, എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതി ഉല്ലാസമേ.
എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ആരും സഹായിപ്പാനില്ലാത്തവനായി പീലാത്തോസിന്റെ മുൻപാകെ നിൽക്കുന്ന യേശുവിനെ ചമ്മട്ടി കടിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. കാരിരുമ്പിന്റെ കരുത്തുള്ളൊരു പടയാളി മുന്നോട്ട് വന്നു, യേശുവിനെ കടന്നു പിടിച്ചു, അകത്ത് മുറിയിലേക്ക് അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. എൻ്റെ പ്രിയരെ, അവൻ്റെ മേൽവസ്ത്രം അഴിച്ചു മാറ്റി, അരയിൽ ഒരു ചാക്കുശീല ചുറ്റി. അവിടെ 2.5 മുഴം ഉയരമുള്ളൊരു കുറ്റിയുണ്ട്. ആ കുറ്റിയുടെ ഇരുവശത്ത് 2 കൊളുത്തുകളുണ്ട്. അവനെ വില്ലുപോലെ വളച്ചു നിർത്തി. എന്നിട്ട് ആ കൈകൾ ആ കുറ്റിയിലേക്ക് ചേർത്ത് ബന്ധിച്ചു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം ഈ യാഗപശുവിനെ ചേർത്തു കെട്ടി. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിനെ അവൻ കുറ്റിയിലേക്ക് അവൻ്റെ കൈകൾ അവർ ചേർത്ത് ബന്ധിച്ചു. 2 പടയാളികൾ ചമ്മട്ടി കയ്യിലെടുത്തു. ആ ചമ്മട്ടിയുടെ അഗ്രത്ത് ചമ്മട്ടിയിൽ ഈയക്കട്ടികൾ, മുൾക്കൊളുത്തുകൾ, അസ്ഥി കഷണങ്ങൾ, അവൻ ചൂണ്ടയും. ഇതെല്ലാം ചൂണ്ട പോലെ തന്നെ അവൻ വളഞ്ഞ മുനയുള്ളതാണ്. ഒരു പടയാളി അപ്പുറത്തു നിന്നു, ഒരു പടയാളി ഇപ്പുറത്തു നിന്നു. ഒരു പടയാളി 1 എന്നെണ്ണിയതും ഒരു പടയാളി ചമ്മട്ടി കയ്യിലിട്ടൊന്ന് ചാച്ചുലച്ചിട്ട് 2 ചുവട് മുന്നോട്ട് നടന്നു കയറി ഈ ചമ്മട്ടി ആഞ്ഞു വീശി യേശുവിൻ്റെ പുറത്തെ കാഞ്ഞടിച്ചു. അഞ്ഞടിക്കുമ്പോൾ ഈയക്കട്ടി അവൻ്റെ പുറത്തെ മാംസത്തിൽ അടിച്ച് ചതയുമ്പോൾ പുറകാലെ വന്ന് അവൻ ഈ മുൾക്കൊളുത്തുകളും അസ്ഥി കഷണങ്ങളും ചൂണ്ട പോലെ മുനയുള്ളത് ഇത് പച്ച മാംസത്തിലേക്ക് അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ ഈ പടയാളി 2 ചുവട് പുറകോട്ട് മാറി അത് വെട്ടിച്ചു പിടിക്കുമ്പോൾ അവൻ്റെ പുറത്തെ മാംസകഷണങ്ങൾ ഒരു തുണിക്കഷണം കീറുന്നത് പോലെ കീറിയിളകാൻ തുടങ്ങി. അടുത്തവൻ 2 എന്നെണ്ണിയതും അടുത്ത പടയാളി 2 ചുവട് മുന്നോട്ട് കയറി ആഞ്ഞു വീശി അവൻ്റെ പുറത്തടിച്ചു. അവൻ വലിച്ചെടുക്കുമ്പോൾ പുറത്തെ മാംസകഷണങ്ങൾ കീറിയിളകി. ഞാൻ അടിച്ചപ്പോൾ അടി പലതും അവൻ്റെ കാലിൽ കൊണ്ടു, അവൻ പലതും അവൻ്റെ നാഭിയിൽ കൊണ്ടു, അവരവിടെ അടിച്ചു കീറി. അടി വാരിയല്ലുകളിൽ കൊണ്ടു, അവിടെ അടിച്ചു കീറി. അവൻ്റെ കഴുത്തിൽ അടി കൊണ്ടു, അവരവിടെ അടിച്ചു കീറി. നനവുള്ള കണ്ടത്തിൽ കർഷകൻ കലപ്പ കൊണ്ട് ഉഴുതുമറിച്ചപ്പോൾ വകഞ്ഞു മാറിയ ചെളിക്കട്ടയിൽ ഉറവ കണ്ണി പൊട്ടി വെള്ളം ചാലുകീറി ഒഴുകുന്നത് പോലെ അടിച്ചിളകിയ മാംസത്തുണ്ടുകളിൽ രക്തക്കണ്ണികൾ പൊട്ടി ചാലുപോലെ ഒഴുകിയിറങ്ങിയപ്പോൾ യേശയ്യാ പ്രവാചകൻ അത് കണ്ടിട്ട് വിളിച്ചു പറയുക, അവൻ്റെ പുറം ഉഴവുചാൽ പോലെ കീറപ്പെട്ടു. ആഞ്ഞടിച്ച ഭാഗങ്ങൾ സഹോദര സഹോദരി സൂക്ഷിച്ചു നോക്കി. ആഴമേറിയ മുറിവുകൾ രൂപപ്പെട്ടു. സൂക്ഷിച്ചു നോക്കി. അസ്ഥികൾ പലതും തെളിഞ്ഞു കാണാം. അവൻ രക്തധമനികൾ പൊട്ടി രക്തം വാർന്നൊലിക്കുന്നു. നിന്റെ നാഥന് അവൻ കുനിഞ്ഞു നിൽക്കാൻ പോലുമില്ല, ത്രാണിയില്ലാത്ത വിധം അടിച്ചവനെ തകർക്കുകയാണ്. 1000 മരണത്തിന്റെ വേദന അവന്റെ അസ്ഥികളിലൂടെ അവന്റെ മാംസപേശികളിലൂടെ പാഞ്ഞു കയറുമ്പോഴും ഇന്ന് രാത്രി പെരുംകുളം ദേശമേ, അവൻ തകർക്കപ്പെട്ടത് നിനക്കൂടെ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ പുറത്താഞ്ഞടിച്ച ചമ്മട്ടി വലിച്ചെടുത്ത് കയ്യിലിട്ടൊന്ന് ചാച്ചുലച്ചപ്പോൾ ആ ചൂണ്ടയിൽ മറ്റും അവൻ പറ്റിപ്പിടിച്ചിരുന്ന മാംസത്തുണ്ടുകൾ ഇളകി രക്തത്തിലേക്ക് വീണു. രക്തത്തിൽ കിടന്ന അവൻ കഷണങ്ങൾ തുടിക്കുകയാണ്. അവൻ്റെ കെട്ടടിച്ചു മാറ്റിയതും ആ കുറ്റിയിലൂടെ ഉരഞ്ഞവൻ രക്തത്തിലേക്ക് വീണു. ഈ രാത്രി സ്നേഹിതാ നോക്കൂ, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന യേശുവിനെ കണ്ടോ? ഇവൻ 1000ങ്ങളിൽ സുന്ദരനായിരുന്നു, 10,000ങ്ങളിൽ സുന്ദരനായിരുന്നു. അറവുശാലയിൽ വാർന്നിട്ടിരിക്കുന്ന ഒരു മാംസപിണ്ഡം കണക്കെ നമ്മുടെ രക്ഷകനായ ക്രിസ്തു കിടക്കുന്ന കണ്ടോ? 10,000ങ്ങളിൽ സുന്ദരനായ വെണ്മയും ചുവപ്പുമുള്ളവൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രക്ഷകനായ ക്രിസ്തു. ആമേൻ. ആ കിടക്കുന്നത് ഒരു മനുഷ്യനാണോ അതോ മാംസകഷണങ്ങൾ വാർന്നിട്ടിരിക്കുന്നതാണോ? അറിയാത്ത വിധത്തിൽ തകർക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടോ? അവനെ പിടിച്ചുയർത്തി. എഴുന്നേറ്റ് നിൽക്കാൻ അവന് ശക്തിയില്ല.
ആമേൻ. അവർ പിടിച്ചുയർത്തി അവനെ രക്താംബരം ധരിപ്പിച്ചു. ഒരു പടയാളി ഓടിച്ചാടി പുറത്തേക്കിറങ്ങി 2.5 ഇഞ്ച് നീളമുള്ള കഠോരമുള്ളാണ് സിസിമസ് ഫൈന ക്രിസ്റ്റി ഒടിച്ചെടുത്തു, ഒന്ന് വളച്ചെടുത്ത് അവർ ഓടിക്കൊണ്ടുവന്ന് യേശുവിൻ്റെ തലയിലേക്ക് വച്ചൊന്ന് അമർത്തി. കഠോര മുള്ളുകൾ അവൻ്റെ തലയൊട്ടിയിൽ ഒന്ന് തറഞ്ഞിരുന്നു. അത് കണ്ടതും ഒരു പടയാളി ഒരു കോൽ കൊണ്ട് ആ മുൾക്കിരീടത്തിലേക്ക് ആഞ്ഞാഞ്ഞടിക്കാൻ തുടങ്ങി. കട്ടിമുള്ളുകൾ തലയൊട്ടിയെ തുളച്ച് മസ്തിഷ്കത്തിലൂടെ തറഞ്ഞിറങ്ങിയപ്പോൾ കട്ടച്ചോര അവൻ്റെ മുഖത്തുകൂടെ വാർന്നൊലിക്കാൻ തുടങ്ങി. പെരുങ്കുളമേ, നിനക്കൂടെ വേണ്ടിയിട്ടാണ് അവൻ തകർക്കപ്പെട്ടത്. അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കേ. അവൻ്റെ കണ്ണിലൂടെ ഒരു മുള്ള് തറഞ്ഞ് പുറത്തേക്കിറങ്ങി. ആ മുൾമുനയിലൂടെ രക്തമൊഴുകി ഒലിച്ചവൻ്റെ കവിൾത്തടങ്ങളിലൂടെ ഇറങ്ങുന്നു. എൻ്റെ നാഥൻ അനുഭവിച്ച വേദന നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ, നിന്റെ പ്രാണനെ വീണ്ടെടുക്കാനാ. ശകതകസിയാന അവൻ്റെ കയ്യിൽ ഒരു ഞാങ്ങണയുടെ തണ്ട് കൊടുത്തു. അവനവൻ്റെ മുന്നിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി. ഒടുവിൽ അവനെ പീലാത്തോസിന്റെ മുൻപാകെ കൊണ്ടുവരുമ്പോൾ രക്തത്തിൽ കുളിച്ച് നടന്നിറങ്ങി വരുന്ന രക്ഷകനായ ക്രിസ്തു. സ്തോത്രം. പീലാത്തോസ് അവനെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ അവൻ്റെ മരണത്തെ തടയാൻ ശ്രമിച്ച പീലാത്തോസ് തന്നെ അവനെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കുകയാണ്. ഞാൻ അവിടെ നിർത്തി ബറബാസിലേക്ക് പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരണം. കലാപക്കാരനും കൊലപാതകനുമായ ബറബാസ് അദ്ദേഹം കിടക്കുന്ന ആ സെല്ലിൻ്റെ വാതിൽ ഒരു പടയാളി ചെന്ന് തുറക്കുന്നു. എൻ്റെ ഒരു ഇമാജിനാ കേട്ടോ. ഒരു പടയാളി ചെന്ന് തുറക്കുമ്പോൾ ബറബാസ് ഞെട്ടിപ്പോയി. ഇന്നെൻ്റെ വധശിക്ഷയാണോ? ഭയന്ന് വിറച്ചിറങ്ങി വരുമ്പോൾ ആ പടയാളി അവൻ്റെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചു. ബറബാസ് ചോദിച്ചു, എന്തിനാ ചിരിക്കുന്നേ? ആ പടയാളിയുടെ മറുപടി ഇങ്ങനെയാ, നിന്നെ വിട്ടയക്കാൻ ഉത്തരവായി. അവൻ ഞെട്ടിപ്പോയി. എന്നെ വിട്ടയക്കാൻ ഉത്തരവായെന്നോ? ആമേൻ. ബറബാസ് ചോദിച്ചു, ആരാ എന്നെ സഹായിച്ചത്? ആ പടയാളിയുടെ മറുപടി, നിന്നെ വിട്ടയക്കാൻ ഉത്തരവായപ്പോൾ നിനക്ക് പകരം ആ നസറേനായ യേശു ക്രൂശിക്കപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി സ്നേഹിത, പാപമറിയാത്തവനെ നമുക്ക് പകരം പാപമാക്കി നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവന്റെ മേൽ ചുമത്തിയിട്ട് നമ്മെ വെറുതെ വിട്ടയച്ച് അവനെ നമുക്ക് പകരം കാൽവറിയിൽ തകർത്തു കളഞ്ഞ ദൈവ സ്നേഹമാണ് സുവിശേഷം. അതാ ദൈവം വെളിപ്പെടുത്തിയ രക്ഷ. സ്വന്തം 5 നയാ പൈസ ചെലവഴിക്കാതെ, എങ്ങും എവിടെയും പോകാതെ, ഇരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന നിൽപ്പിൽ വിശ്വാസത്താൽ ഈ രക്ഷ പ്രാപിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബറബാസിന്റെ പുറകിൽ വീണ്ടും സഞ്ചരിക്കുകയാണ്. ബറബാസ് ഓടി തൻ്റെ വീട്ടിലേക്ക്. എൻ്റെ ഒരു ചിന്തയാ, ഭാര്യയോ മക്കളോ ഒക്കെ സഹോദരങ്ങളൊക്കെ കാണും. വീട്ടിലേക്ക് പോയ ബറബാസ് തന്നെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഓടി വന്ന് തൻ്റെ ബന്ധുക്കളും അമ്മയും അപ്പന്മാരും ഒക്കെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് തന്നെ ചുംബിക്കാൻ തുടങ്ങി. സ്തോത്രം. ആമേൻ. പലരും ചോദിച്ചു, മോനെ നീ എങ്ങനെ പുറത്തു വന്നു? ആമേൻ. ബറബാസിന്റെ അമ്മ ഒരുപക്ഷെ പറഞ്ഞു കാണും, മോനെ നിന്റെ ശരീരം, നിന്റെ ഡെഡ് ബോഡി പോലും കിട്ടുമെന്ന് ഞങ്ങൾ ചിന്തിച്ചതല്ല കുഞ്ഞെ. നീ ഒരിക്കലും മടങ്ങി വരത്തില്ലെന്ന് ഞങ്ങൾ ചിന്തിച്ചത്. ഈ പടിക്കെട്ടും കയറി മടങ്ങി വരുമെന്ന്, നിന്നെ ഒന്ന് കാണാൻ കഴിയുമെന്ന്, നിന്നെ ഒന്ന് ചുംബിക്കാൻ കഴിയുമെന്ന്, നിന്നെ തിരിച്ചു കിട്ടുമെന്ന് മോനെ ഞാൻ ചിന്തിച്ചതല്ല. മക്കളെ, ആരാ നിന്നെ സഹായിച്ചത്? വാവിട്ട അമ്മ നിലവിളിക്കുമ്പോൾ ബറബാസ് പറഞ്ഞ മറുപടി, എന്നെ വിട്ടയക്കാൻ എന്നെ സഹായിച്ചത് നസറേനായ യേശു ക്രിസ്തുവാ. ഇന്ന് രാത്രി അമ്മമാരെ, ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ മക്കളെ തിരിച്ചു തരാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് നസറേനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട കുടുംബം മടക്കി തരാൻ, നഷ്ടങ്ങൾ തിരിച്ചു പിടിക്കാൻ ഇന്ന് രാത്രി നിങ്ങളെ സഹായിക്കുന്ന അരുമനാഥനായ രക്ഷകനായ ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. മനസ്സിലാകുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പീലാത്തോസ് ഉത്തരവിട്ടു അവനെ ക്രൂശിക്കാൻ. ക്രൂശുമരവും ചുമന്നുകൊണ്ട് അവൻ ഗോൽഗോഥായിലേക്ക് നടന്നു കയറി. പോകുന്ന വഴിവക്കിൽ ആ ക്രൂശുമായി അവൻ വീണു. ക്രൂശെടുത്ത് ഉയർത്താൻ അവന് ത്രാണിയില്ല. ക്രൂശിനടിയിൽ കിടക്കുമ്പോൾ കുറേനക്കാരനായി ശീമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വരുന്നു. സന്ധിക്ക് മുൻപേ ക്രൂശിക്കണം. അന്യന്റെ രക്തം വസ്ത്രത്തിൽ പുരളാൻ പാടില്ല, ശാപമാണ്. പടയാളികൾ ബന്ധപ്പെടുമ്പോൾ ഈ ക്രൂശെടുക്കാൻ ആരുമില്ല, ക്രൂശിൽ തൊട്ടാൽ ശാപമാണ്. പെട്ടെന്ന്
കുറേനക്കാരനായ ശീമോൻ വരുന്നു. പടയാളി അടുത്ത് വിളിച്ചു, വാ എടുക്ക് ഈ ക്രൂശ്. ശിമോൻ ഞെട്ടിപ്പോയി. ശിമോൻ ചോദിച്ചു, ഞാൻ ഈ ക്രൂശ് എടുത്താൽ ഞാൻ ശപിക്കപ്പെടത്തില്ലേ? എൻ്റെ കുടുംബം ശപിക്കപ്പെടത്തില്ലേ? അതെ, പടയാളി പറഞ്ഞത് ശപിക്കപ്പെടുമായിരിക്കാം. ആമേൻ. നീ ശപിക്കപ്പെട്ടാൽ ഞങ്ങൾക്കെന്നാ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ഒരുത്തനെ ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണ്, അറിഞ്ഞുകൊണ്ട് ഒരുത്തനെ തകർച്ചയിലേക്ക് തള്ളിവിടുകയാണ്. ഇന്ന് രാത്രി സ്നേഹിത, നിന്റെ തോളിൽ കൈയിട്ട് ചിരിച്ച് അറിഞ്ഞുകൊണ്ട് നിന്നെ ദുരന്തത്തിലേക്ക് തകർച്ചയിലേക്ക് തള്ളിവിടുന്ന ഒത്തിരി സ്നേഹിതന്മാർ നിനക്കുണ്ടായേക്കാം. പക്ഷെ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു നല്ല സ്നേഹിതനുണ്ട്. അതാണ് ലോകരക്ഷകനായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നിർബന്ധം സഹിക്കവയ്യാതെ ബറബാസ് ആ ക്രൂശെടുത്തു. ആമേൻ. കുറേനക്കാരനായ ശീമോൻ ആ ക്രൂശെടുത്തു. യേശു എഴുന്നേറ്റു, മുഴുഭാരവും സ്വന്തം ചുമലിലേക്ക് വലിച്ചു വെച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തിരിഞ്ഞു നോക്കി. ക്രൂശ് നിമിത്തം രക്ഷകനും പാവിയും തമ്മിൽ കണ്ടുമുട്ടിയ ധന്യ നിമിഷം. യേശു ആഗ്രഹിക്കുന്നത് ആരെങ്കിലും തന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കട്ടെ. ആ ക്രൂശെടുത്തുകൊണ്ട് അവൻ ഗോൽഗോഥായിലെത്തി. ആമേൻ. ശിമോൻ മടങ്ങിപ്പോയി. എൻ്റെ പ്രിയരെ, ഞാൻ അവിടെ നിർത്തി കുറച്ച് മുന്നോട്ട് പോവുകയാണ്, വർഷങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളൊരു കൂടെ വരണം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അന്ത്യോക്യ സഭയ്ക്കകത്ത് ഒരു ലീഡർഷിപ്പിനെ കാണിക്കുന്നു. അഭിഷക്തന്മാരുടെ ഒരു നിര. അതിനകത്ത് നീഗർ എന്ന് പേരുള്ള ശിമോൻ. നീഗർ അതിൻ്റെ അർത്ഥം കറുത്തവൻ എന്നാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നു, അത് ആമേൻ കുറേനക്കാരനായ ശീമോനാണ്. കുറേനക്കാരനായ ശീമോനാണ്. അങ്ങനെയാണെങ്കിൽ, അത് കുറേനക്കാരനായ ശീമോനാണെങ്കിൽ ആമേൻ, എൻ്റെ ഉള്ളം സന്തോഷിച്ചു. അന്ത്യോക്യ സഭയുടെ അഭിഷക്തന്മാരുടെ നിരക്കകത്ത് കുറേനക്കാരനായ ശീമോൻ ഇരിക്കുമ്പോൾ ഞാനൊന്ന് ചോദിച്ചു, ആമേൻ, ശിമോനെ, എങ്ങനെയാണ് ഈ നേതൃനിരക്കകത്ത് വന്നത്? ഈ അഭിഷക്തന്മാരുടെ നിരയിൽ എങ്ങനെയാണ് വന്നത്? ശീമോന്റെ മറുപടി, നസറനായ യേശുവിന്റെ ക്രൂശെടുത്തതാ. ഹല്ലേലൂയ. ക്രൂശെടുത്തതാ. ക്രൂശെടുത്തവനെ ദൈവം അഭിഷക്തന്മാരുടെ നിരയിൽ കൊണ്ടുവന്നേ, അവന്റെ ചരിത്രം മാറ്റിയെന്നേ. ഹല്ലേലൂയ. ഞാൻ ശിമോനോട് ചോദിച്ചു, ശിമോനെ, 2 മക്കളല്ലേ? അതെ, 2 മക്കൾ. അലക്സാണ്ടർ രൂപോസും എന്ത് ചെയ്യുന്നു? ആമേൻ, ആമേൻ. അദ്ദേഹത്തിന്റെ ശിമോന്റെ മറുപടി, ഒരുത്തൻ പാസ്റ്ററാ, ഒരുത്തൻ ഗവർണറാണ്. ഹല്ലേലൂയ. ക്രൂശെടുത്ത് ശപിക്കപ്പെടേണ്ടതല്ലേ? പക്ഷെ തലമുറ ആദരിക്കപ്പെട്ടല്ലോ. ശിമോൻ പറയുന്ന മറുപടി, ക്രൂശെടുത്തത് കൊണ്ട് എൻ്റെ ചരിത്രം മാറി, എൻ്റെ തലമുറയുടെ ചരിത്രം മാറി. ഞങ്ങളുടെ കുടുംബത്തിന്റെ ശാപത്തിന്റെ കെട്ടുപൊട്ടി ദൈവം ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് രാത്രി സ്നേഹിത, ആമേൻ, 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 നിർബന്ധത്താൽ ക്രൂശെടുത്തവന്റെ തലമുറ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മനസ്സോടെ ഈ ക്രൂശെടുത്തവന്റെ തലമുറ എത്ര അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രിയിൽ അത് തിരിച്ചറിയുന്നവർ കരങ്ങൾ അടിച്ച് വായി തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർ ഈ രാത്രി ശക്തിയോടെ ചില മിനിറ്റുകൾ ആത്മാവിൽ ഈ രാത്രിയിൽ അവനെ ആരാധിക്കട്ടെ. ശബന ഹംദരാജനാദി അൽഖരാജകൾ ഖരാദനാദിയ അർത്ഥ വൈശവനഗടഗസിയാംധന വൈശപ്രവധനാദകൾ ഖനാദിയ. ഈ രാത്രി സ്നേഹിത, ഈ ക്രൂശെടുക്കാൻ മനസ്സുണ്ടോ? ചാരത്തും ദൂരത്തും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യശ്രോതാവേ, ഈ യേശുവിനെ ഏറ്റെടുക്കാൻ, ഈ യേശുവിന്റെ പുറകെ ഇറങ്ങാൻ, ഈ യേശുവിനായി ഹൃദയം സമർപ്പിക്കാൻ ഇന്ന് രാത്രി മനസ്സുണ്ടോ? നിന്റെ കുടുംബത്തിന്റെ കയ്പ് മാറാൻ പോകുക, നിന്റെ കുടുംബത്തിന്റെ ശാപം മാറാൻ പോകുക, ശാപത്തിന്റെ കെട്ടുകൾ അഴിയാൻ പോകുക, അനർത്ഥങ്ങൾ മാറാൻ പോകുക, ദുരന്തങ്ങൾ മാറാൻ പോകുക. ഇത് ജയത്തിന്റെ രാത്രിയായി, ഇത് വിടുതലിന്റെ രാത്രിയായി, ഇത് നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കുന്ന ഒരു രക്ഷയുടെ രാത്രിയായി. ശബനകൾ ഖരാജനാദിയ അർത്ഥനാറകൾ ഖനാദികരഗചസിയാല. കാൽവരിയുടെ കൊലമരത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഏക മധ്യസ്ഥനായി പാപത്തിന്റെ പരിഹാരത്തിനായുള്ള പാപപരിഹാര യാഗമായി അവിടുന്ന് മാറി. ഞാൻ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയാനുണ്ടെങ്കിൽ വിശദീകരിക്കുന്നില്ല. കാൽവരി ക്രൂശിൽ മരിച്ച ക്രിസ്തു, അവന്റെ മരണത്തെ തടയാൻ പലരും ശ്രമിച്ചു. ആ മരണത്തെ തടയാൻ ആർക്കും സാധിച്ചില്ല. ജനനത്തെ തടയാൻ ഒരു രാജാവ് ശ്രമിച്ചെങ്കിൽ, മരണത്തെ തടയാൻ ഒരു നാടുവാഴി ശ്രമിച്ചെങ്കിൽ, മഹാരാജാവിന്റെ ജനനത്തെ തടയാൻ പ്രൈസ് ദി ലോർഡ് സകലത്തെയും അടക്കി ഭരിക്കുന്ന അഖിലാണ്ടത്തിന്റെ ഉടയവൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള അവന്റെ മരണത്തെ തടയാൻ പീലാത്തോസിനും സാധിച്ചില്ല.
യേശു മരിച്ചു. ആമേൻ. അരമത്തിക്കണ്ണ യോസഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. പ്രിയരെ, പഞ്ചശക്തികൾ പുറത്തു കൈകോർത്തു യേശുവിൻ്റെ ഉയർപ്പ് നടക്കരുത്. ആ ആമേൻ കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ലുരുട്ടി വെച്ചു, കല്ലിൽ മുദ്ര വെച്ചു. സ്തോത്രം. കാവലിട്ടു പടയാളികളെ. ഇന്ന് രാത്രി സ്നേഹിത, എന്തിനാണ് കല്ലറയെ അടച്ച് അകത്തും പുറത്തും ഉറപ്പ് വരുത്തിയത്? ഒറ്റ കാര്യം, പുറത്തു നിന്നൊരു വിടുതൽ അകത്തു കടക്കരുത്. അകത്തൊരു വിടുതൽ നടന്നാൽ പുറത്തു വരരുത്. അകവും പുറവും ഒരുപോലെ ബന്ധിച്ച് മുദ്രയിട്ടത്, ഒരുപോലെ അടച്ച് മുദ്ര വെച്ചത്, ഒരു വിടുതൽ അകത്തു കടക്കാൻ അനുവദിക്കാതെ, ഇന്ന് രാത്രി സഭയോടും പറയാം, ആത്മാക്കൾ അകത്തു വരാൻ അനുവദിക്കാതെ, ഒരു വിടുതൽ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ അനുവദിക്കാതെ, അകത്തും പുറത്തും ഒരുപോലെ അടച്ച് മുദ്ര വെച്ചത് ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിന് പ്രഥമ രാത്രിയിൽ സ്വർഗം അഴിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആത്മാക്കൾ പുറത്തു വരാൻ അനുവദിക്കാതെ, വെളിപ്പാടിൽ അഭിഷക്തന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തോട് പ്രഖ്യാപിക്കുകയാ, എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്ക. അതിനെ തടയുന്ന ഫറവോന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി കീഴടങ്ങുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ശാബാനാദികൾ കരാധനാദികൾ അന്ധുരാ വൈശ പ്രബദ്ധനാദകൾ കരകച്ച. യേശു ഉയർത്തെഴുന്നേൽക്കരുത്. അവരതാണ് ചിന്തിച്ചത്. ഇന്ന് രാത്രിയിൽ 6 അടി മണ്ണിനകത്ത് നീറി ഒടുങ്ങിയ ഒരു ദൈവസങ്കല്പത്തിന്റെ സമാധി പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. മരിച്ചു മണ്ണടിഞ്ഞവനെ ആരാധിക്കാനല്ല നമ്മൾ ഇവിടെ നിൽക്കുന്നത്. മരണവാശങ്ങളെ പൊട്ടിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരുവൻ അവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒറ്റ ചിന്ത കൂടെ പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് ആരാധിക്കും. ഒരിക്കൽ തീ പറഞ്ഞു ഞങ്ങൾക്കാണ് ശക്തി. തീ പറഞ്ഞു ഞങ്ങൾക്കാണ് ശക്തി. അതേ തീയോട് ചോദിച്ചു, തീയെ നിനക്കാണോ ശക്തി? തീ പറഞ്ഞു ഞങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളെക്കാൾ ശക്തി വെള്ളത്തിനുണ്ട്. ഹലോ, വെള്ളം ഞങ്ങളെ കെടുത്തിക്കളയും. വെള്ളത്തോട് ചോദിച്ചു, വെള്ളമേ നിനക്കാണോ ശക്തി? വെള്ളം പറഞ്ഞു ഞങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നു, ആരെയും ഞങ്ങൾ മുക്കുമായിരുന്നു, പക്ഷെ ഞങ്ങളെക്കാൾ ശക്തി സൂര്യനുണ്ട്. സൂര്യനോട് ചോദിച്ചു, സൂര്യ നിനക്കാണോ ശക്തി? സൂര്യൻ പറഞ്ഞു ആരെയും ദഹിപ്പിക്കും. ഞങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളുടെ പ്രകാശത്തെ മറയ്ക്കാൻ കാർമേഘ പടലങ്ങൾക്ക് കഴിയും. കാർമേഘങ്ങളോട് ചോദിച്ചു, കാർമേഘ പടലങ്ങളെ നിങ്ങൾക്കാണോ ശക്തി? കാർമേഘം പറഞ്ഞു ഞങ്ങൾക്ക് ശക്തി ഉണ്ട്, പക്ഷേ ഞങ്ങളെക്കാൾ ശക്തി കാറ്റിനുണ്ട്. കാറ്റിനോട് ചോദിച്ചു, കാറ്റ് നിങ്ങൾക്കാണോ ശക്തി? കാറ്റ് പറഞ്ഞു ഞങ്ങൾക്ക് ശക്തിയുണ്ട്, പക്ഷേ ആ പർവ്വത നിരകൾ കുന്നുകൾ ഞങ്ങളെ അടിച്ചു ചിതറിക്കും. കുന്നുകളോട് പർവ്വതങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ശക്തിയുണ്ടോ? പർവ്വതങ്ങൾ കുന്നുകളും പറഞ്ഞത് ഞങ്ങൾക്ക് ശക്തിയുണ്ട്, പക്ഷേ നിങ്ങൾ മനുഷ്യനെ കണ്ടോ? മനുഷ്യനെ ഞങ്ങളെക്കാൾ ശക്തി മനുഷ്യനുണ്ട്. മനുഷ്യന്റെ ടെക്നോളജികൾ കൊണ്ട് ഞങ്ങളെ ഇടിച്ചു നിരത്തുകയാണ്. സ്തോത്രം. മനുഷ്യനോട് ചോദിച്ചു, മനുഷ്യ നിനക്കാണോ ശക്തി? മനുഷ്യൻ പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് ശക്തിയുണ്ട്, ഏതിനെ ഞങ്ങൾ കീഴ്പ്പെടുത്തും, പക്ഷെ ഞങ്ങളെക്കാൾ ഒരു ശക്തി ഞങ്ങൾക്ക് പിറകിലുണ്ട്. ആ ശക്തി മരണമാണ്. പ്രൈസ് ദി ലോർഡ്. മരണത്തോട് ചോദിച്ചു, മരണമേ നിങ്ങൾക്കാണോ ശക്തി? മരണം പറഞ്ഞു ഞങ്ങൾ പുൽകിയവർ, ഞങ്ങൾ ചുംബിച്ചവർ, ഞങ്ങൾ വാരി പുണർന്നവരൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അവർക്ക് പിന്നൊരു ചരിത്രമില്ല. ഞങ്ങളാണ് ശക്തി, ഞങ്ങളെക്കാൾ വലിയ ശക്തി ഇല്ല എന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇന്നേക്ക് 2024 പരം വർഷങ്ങൾക്ക് പിറകിൽ കാൽവറിയുടെ കൊലമരത്തിൽ ഞങ്ങൾ ഒരുവനെ ചുംബിച്ചു, ഞങ്ങൾ ഒരുവനെ വാരിപ്പുണർന്നു. അവൻ മരിച്ചു. അവനെ അരമത്തിക്കണ്ണ യോസഫിന്റെ കല്ലറയിൽ ഞങ്ങൾ അടക്കം ചെയ്തതാ. പക്ഷെ അവൻ 3-ാം നാൾ മരണവാശങ്ങളെ അഴിച്ചു മാറ്റി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവൻ ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഉയർത്തി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മരണത്തിന്റെ മേൽ അധികാരമുള്ള, ജീവന്റെ മേൽ അധികാരമുള്ള ഒരൊറ്റ രക്ഷകൻ, അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ്. ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്നെങ്കിൽ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന്റെ കെട്ടുപൊട്ടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരാൻ, നിത്യജീവനിലേക്ക് നയിക്കാൻ അവൻ മതിയായ രക്ഷകനാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. യേശുവിന്റെ ജനനത്തെ മറയ്ക്കാൻ
സാധിച്ചില്ല. അവൻ്റെ മരണത്തെ തടയാൻ സാധിച്ചില്ല. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തടയാൻ സാധിച്ചില്ല. അവൻ ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഈ രാത്രിയിൽ ഒരു നിമിഷം എല്ലാവരും അതാത് സ്ഥാനത്ത് എഴുന്നേൽക്കാം. ഈ ഗ്രൗണ്ട് വിട്ട് പോകാനല്ല, എന്നോട് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ വാക്കുകൾക്ക് വിരാമമിടുമ്പോൾ ഈ ദേശത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇതിനകത്ത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. സ്നേഹിത, പാപത്താൽ കയ്പനുഭവിക്കുന്നെങ്കിൽ, ജീവിതം നരകതുല്യമാണെങ്കിൽ, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ശാപത്തിനകത്ത് കെട്ടപ്പെട്ട് കിടക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി പുറത്തു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നിമിഷം ഹൃദയം യേശുവിനായി തുറന്നാട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഇതുവരെയും എനിക്ക് യേശുവിന് വേണ്ടി എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ യേശുവിനായി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി ഇങ്ങനെ അടിയേറ്റു വാങ്ങിയ, ക്രൂശിൽ കൈകാലുകൾ തുളയ്ക്കപ്പെട്ട, ജീവനെ വെച്ചു തന്ന ഈ യേശുവല്ലാതെ എനിക്ക് വേറൊരു ദൈവമില്ല. ഇന്ന് രാത്രിയിൽ അവനായി ഞാൻ എൻ്റെ ഹൃദയത്തെ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ കരങ്ങൾ താത്തിടാം. കാൽവറിയിൽ മുൾക്കിരീടധാരിയായി, ശരീരവാസകലം അടിച്ചു കീറപ്പെട്ടവനായി, കാൽകരം തുളയ്ക്കപ്പെട്ടവനായി, നെഞ്ചു കുത്തി തുളയ്ക്കപ്പെട്ടവനായി, അവസാന തുള്ളി രക്തമരികെ മുറ്റത്തന്ന് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടോ. അവൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്നതാണ് സ്നാനം. അവൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്നതാണ് സ്നാനം. അവൻ്റെ മരണത്തിൽ പങ്കാളിയാകുന്നതാണ് അവൻ സ്നാനം. ആ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അവനെ പരസ്യമായി സാക്ഷിക്കുന്നതാണ് സ്നാനം. ഇന്ന് രാത്രി ഈ ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാൻ, ഓ ജീസസ്, ഹല്ലേലൂയ, നീ ആഗ്രഹിക്കുന്നെങ്കിൽ അതാണ് സ്നാനം. സ്നാനത്തിലൂടെ ദൈവം തന്നെ അനുഭവത്തിലേക്ക് നയിക്കുമ്പോൾ ഇന്ന് രാത്രി സ്നാനപ്പെടാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. തീരുമാനമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്താം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതുവരാത്തെ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്നാനപ്പെടാൻ തീരുമാനമെടുത്താട്ടെ. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, എൻ്റെ രോഗത്തിന് എനിക്ക് വിടുതൽ ആവശ്യമാണ്, എൻ്റെ കുടുംബത്തിനകത്ത് എനിക്ക് സമാധാനം ആവശ്യമാണ്, എനിക്ക് വിടുതൽ ആവശ്യമാണ്. പ്രിയ സഹോദര സഹോദരി, യൗവനക്കാര, പ്രിയപ്പെട്ട സുഹൃത്തെ, ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. നിന്റെ വീട്ടിനകത്ത് യേശു നിനക്ക് സൗഖ്യം നൽകും. നിന്റെ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നിമിഷം യേശുവിനായി സമർപ്പിക്കൂ. പ്രാർത്ഥിക്കണമെങ്കിൽ ഓടി മുന്നോട്ട് വന്നാട്ടെ. ഇവിടെ ദേശത്ത് ഏതെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് കടന്നു വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് വിടുതലിൻ്റെ രാത്രിയാണ്, ഇത് ജയത്തിൻ്റെ രാത്രിയാണ്, ഇത് തകർച്ചയുടെ രാത്രിയല്ല. നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ രക്ഷിപ്പാൻ ഒരു രക്ഷകനുണ്ട്. അവൻ്റെ നാമം ഉന്നതമായ നാമമാണ്. യേശുവിനായി സമർപ്പിച്ചുകൊണ്ട് ജീവിതം അവൻ മുന്നോട്ട് വന്നാട്ടെ. ഞങ്ങൾ ദൈവദാസന്മാരായി ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ദേശത്ത് ആരെങ്കിലും യേശുവിനെ സ്വന്തരക്ഷിതമായി ഇതുവരെ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ യേശുവിനായി ഹൃദയം സമർപ്പിക്കുന്നു. എൻ്റെ മദ്യപാനത്തിൽ നിന്ന്, എൻ്റെ ലഹരിയുടെ ആസക്തിയിൽ നിന്ന്, എൻ്റെ തകർന്ന ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. ഒരു നല്ല അപ്പനായി, ഒരു നല്ല മകനായി, ഒരു നല്ല മനുഷ്യനായി എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ഓടി വന്നാട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ശകരഗച്ഛസിയ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഈ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ശാധാനാധിപൽക്കരാധനാധികസിയാണ്.